ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും അക്കാഡമി സ്പേസിയുടെ വീക്ക്ലി ടെസ്റ്റ് ഡിസ്കഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഒരു 5 ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ ഈ വീക്കെൻഡ്. സോ നമുക്ക് ആ 5 ക്വസ്റ്റ്യൻ അത്യാവശ്യം എളുപ്പമുള്ള നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ 5 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ എന്താണെന്ന് മനസ്സിലാക്കി പോകാം. ഫൈൻ. സോ എല്ലാവർക്കും ഈ 5 ക്വസ്റ്റ്യൻ കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് എക്സ്ട്രാ എന്താ പറയുന്നത് നോട്ട്സൂടെ പറയാം. സോ ദാറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രിബിൾ ചെയ്ത് വെക്കാം. അതല്ല നിങ്ങൾക്ക് അറിയാം എന്നാണ് എങ്കിൽ ഓക്കെ ഫൈൻ. സോ അത് ഒന്ന് റിഫ്രഷ് ചെയ്ത് പോവാം. ഫൈൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പീസസ് വെയർ റിട്ടൺ ബൈ കൃഷ്ണദേവരായ എന്ന് പറഞ്ഞ രാജാവ് എഴുതിയ ബുക്ക് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 1 അമുക്തമാല്യത, ഓപ്ഷൻ 2 കഥ സരിസകാരം, ഓപ്ഷൻ 3 കവിരാജമാർഗ, ഓപ്ഷൻ 4 മേഘസന്ദേശം. സോ ഫൈൻ. ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് കൃഷ്ണദേവരായ ആരാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ അല്ലേ? അത് വിജയനഗര എംപയറിന്റെ ഏറ്റവും വലിയ രാജാക്കന്മാരിൽ ഒരാളായിരുന്നു അല്ലേ? ഏറ്റവും വലിയ രാജാക്കന്മാരിൽ ഒരാളായിരുന്നു കൃഷ്ണദേവരായ. സോ നമുക്ക് ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ ആൻസർ എന്താണ്? ആൻസർ അമുക്തമാല്യത ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ അല്ലേ? അമുക്തമാല്യത ആണ് ഇതിന്റെ ഈ അമുക്തമാല്യത ഏത് ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? ഏത് ലാംഗ്വേജിലായിരുന്നു അമുക്തമാല്യ റിട്ടേൺ ചെയ്തിരുന്നത്? അത് തെലുങ്കു ലാംഗ്വേജിലായിരുന്നു കേട്ടോ. തെലുങ്കു ലാംഗ്വേജിലാണ് അത് എഴുതിയിരുന്നത്. അത് നമുക്കറിയാം. ഫൈൻ. ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കിക്കേ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു ഓപ്ഷൻ കവിരാജമാർഗ എന്നൊരു ഓപ്ഷനാണ്. കവിരാജമാർഗ ആരാണ് എഴുതിയതെന്ന് അറിയാമോ? കവിരാജമാർഗ ആരാ എഴുതിയത്? അമോഘവർഷ. ആരാണ്? അമോഘവർഷ. ഇനി അമോഘവർഷ ഏത് എംപയറിന്റെ കീഴിൽ വന്ന രാജാവായിരുന്നു അമോഘവർഷ? അറിയാമോ? അത് രാഷ്ട്രകൂദാസ് അല്ലെ? അമോഘവർഷ രാഷ്ട്രകൂദയുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂളറിൽ ഒരാളായിരുന്നു അല്ലെ? രാഷ്ട്രകൂദാസ്. ബാക്കി രാഷ്ട്രകൂത രാജാക്കന്മാരിൽ നിന്നും അമോഘവർഷയെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് ടുവേർഡ്സ് ലിറ്ററേച്ചർ ആയിരുന്നു കേട്ടോ. ഹി വാസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ലിറ്ററേച്ചർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഒരു നേട്ടം ഇൻ ദ സെൻസ് കൂടുതൽ ഏരിയ ഒക്യുപ്പൈ ചെയ്യാനോ അല്ലെങ്കിൽ വലിയ യുദ്ധം ജയിക്കാനൊന്നും അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ലായിരുന്നു. ഹി വാസ് സോൾലി ഫോക്കസ്ഡ് ഓൺ ലിറ്ററേച്ചർ. ഫൈൻ. ഇനി അദ്ദേഹത്തിന്റെ കോർട്ടിലെ ഒരു ജീനസേന എന്ന് പറഞ്ഞ ഒരു തിങ്കർ ആയിരുന്നു അദ്ദേഹത്തെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്തത്. അദ്ദേഹത്തെ ജെയിൻ ഫോളോവർ ആക്കി മാറ്റിയത്. ഇറ്റ് വാസ് ജീനസേന കൺവേർട്ടഡ് അമോഘവർഷ ടു എ ജെയിൻ ബിലീവർ കേട്ടോ. ജെയിനിസത്തിലേക്ക് കൺവേർട്ട് ചെയ്തത് ആരാണ്? അമോഘവർഷയെ ജെയിനിസത്തിലേക്ക് കൺവേർട്ട് ചെയ്തത് ജീനസേനയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമോഘവർഷ വാസ് നോട്ട് പ്രിറ്റി ഫോക്കസ്ഡ് ഓൺ കീപ്പിംഗ് ദി ടെറിട്ടറി ഇൻടാക്ട്. അതുകൊണ്ട് തന്നെ മാൽവ എന്ന് പറഞ്ഞ വലിയൊരു ഭാഗം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് കൈമോശം വന്നത്. ആർക്ക്? രാഷ്ട്രകൂദാസൻ. ഫൈൻ. സോ ദെൻ മേഘസന്ദേശം ആരെഴുതിയത്? മേഘസന്ദേശം കാളിദാസയാണ് എഴുതിയത് കേട്ടോ. കാളിദാസയാണ് മേഘസന്ദേശം എഴുതിയത്. ഫൈൻ. ഓക്കെ. സോ നമ്മൾ ഓൾമോസ്റ്റ് ഓപ്ഷൻസ് എല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി ഒന്നുകൂടെ നമുക്ക് വിജയനഗരെ പറ്റി പറഞ്ഞിട്ട് പോകാം. വിജയനഗരം നമുക്കറിയാം. വിജയനഗര ഒരു 1336 അല്ലെ? 1336 ആരാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഹരിഹര ആൻഡ് ബുക്ക എന്ന് പറഞ്ഞ ഒരു 2 രാജാക്കന്മാരാണത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അല്ലേ? ബേസിക്കലി വിജയനഗരയുടെ എൻറ്റയർ ലൈഫ് സ്പാനിൽ 4 ഡൈനസ്റ്റിയാണ് ആ ഒരു എംപയർ ഭരിച്ചിരുന്നത് അല്ലേ? ആദ്യത്തെ ഡൈനസ്റ്റി ആരായിരുന്നു? ആദ്യത്തെ ഡൈനസ്റ്റി നമ്മുടെ ഹരിഹരയും ബുക്കയും സ്ഥാപിതമാക്കിയ സംഗമ ഡൈനസ്റ്റി. ദെൻ സാലുവ ഡൈനസ്റ്റി. ദെൻ കേം തുളുവ ഡൈനസ്റ്റി. നാലാമതും അവസാനമായിട്ട് വന്നത് അരവീഡു ഡൈനസ്റ്റി. അങ്ങനെ 4 ഡൈനസ്റ്റീസ് ആണ് വിജയനഗര എന്ന് പറഞ്ഞ. നമ്മൾ ഇന്ന് ഹംപിയിലൊക്കെ പോയി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഹംപി കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ടൈം കിട്ടുന്നത് പോലെ ഹംപിയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക. സോ ദാറ്റ് നമ്മൾ പഠിച്ചതും വായിച്ചതുമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് നേരിട്ട് കണ്ടതുപോലെ നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് എത്തിയ പോലെ നമുക്കൊരു ഫീലിംഗ് കിട്ടും. ഇറ്റ്സ് എ സ്പെഷ്യൽ ഫീലിംഗ് കേട്ടോ. ഒന്ന് ഓർത്ത് വെക്കുക. സോ ബേസിക്കലി അതൊക്കെ വിടുക. ഹംപി വിജയനഗരയുടെ ഒരു വലിയ ക്യാപിറ്റലായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇനി സംഗമ, സാലുവ, തുളുവ, അരവിഡു എന്നിങ്ങനെ 4 ഡൈനസ്റ്റീസ് ആണ് വിജയനഗര എംപയർ ഭരിച്ചിരുന്നത് അല്ലെ? അതില് കൃഷ്ണദേവരായ തുളുവ ഡൈനസ്റ്റിയിൽപ്പെട്ട രാജാവായിരുന്നു എന്നുകൂടെ ഓർത്തു വെക്കുക. ഫൈൻ. ദെൻ അദ്ദേഹമാണ് അമുക്തമാല്യത എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത്. അത് മാത്രമല്ല, അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ് അദ്ദേഹം ഒരു ടൗൺ വിജയനഗരയ്ക്ക്
അടുത്തായിട്ട് തന്നെ നാഗലാപുരം എന്നൊരു ടൗൺ അദ്ദേഹം സൃഷ്ടിച്ചു. ഇത് അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരിൽ, അമ്മയുടെ ഓർമ്മയ്ക്കായിട്ടാണ് അദ്ദേഹം ഈ ഒരു ടൗൺ സൃഷ്ടിച്ചത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബേസിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. വിജയനഗര 1336 ഹരിഹര ആൻഡ് ബുക്ക എന്ന് പറയുന്ന 2 രാജാക്കന്മാരാണ് ഫ്രം സംഗവ ഡൈനസ്റ്റി. ദെൻ അതിനുശേഷം സാലുവ ഡൈനസ്റ്റി ഉണ്ടായിരുന്നു, തുളുവ ഡൈനസ്റ്റി ഉണ്ടായിരുന്നു, അരവിഡു ഡൈനസ്റ്റി ഉണ്ടായിരുന്നു. അതിൽ കൃഷ്ണദേവരായ വൺ ഓഫ് ദി മോസ്റ്റ് പ്രൊമിനന്റ് റൂളർ ആയിരുന്നു. അദ്ദേഹം തുളുവ ഡൈനസ്റ്റിയിലെ ഒരു രാജാവായിരുന്നു. അദ്ദേഹമാണ് അമുക്ത മല്യഥ എന്നൊരു ബുക്ക് എഴുതിയത്. ആൻഡ് ദെൻ ഹി ക്രിയേറ്റഡ് എ ടൗൺഷിപ്പ് കോൾഡ് നഗലാപുരം. അദ്ദേഹത്തിന്റെ അമ്മ നാഗദേവി, ഇങ്ങനെ രണ്ടും പല ബുക്കിലായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരിൽ, അദ്ദേഹത്തിന്റെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ആ ഒരു ടൗൺഷിപ്പ് അദ്ദേഹം ഉണ്ടാക്കിയത്. ഫൈൻ. ഇതാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു ക്വസ്റ്റ്യൻ നിന്നും ഡിസ്കസ് ചെയ്ത് എഴുതിയ കാര്യങ്ങൾ അല്ലേ. പിന്നെ നമ്മൾ അമോഘവർഷയെ പറ്റിയും സംസാരിച്ചു. സോ ബേസിക്കലി നിങ്ങളുടെ രാഷ്ട്രകൂത കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യുക. രാഷ്ട്രകൂത ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ദന്തി ദുർഗയാണ് അല്ലെ. ദന്തി ദുർഗയാണ് രാഷ്ട്രകൂത എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതിൽ തന്നെ അമോഘവർഷ എന്ന് പറഞ്ഞതും കൃഷ്ണാത്രി എന്ന് പറഞ്ഞ രാജാവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല റൂളേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് അല്ലെ. ഫൈൻ. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഫൈൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഗുരു ഓഫ് ഹരിഹര ആൻഡ് ബുക്ക ഹു ഫൗണ്ടഡ് ദി സംഗവ ഡൈനസ്റ്റി? ആരാണ്? വളരെ സിമ്പിൾ ആൻസർ ആണ് അല്ലെ. ആരാണ്? വിദ്യാരണ്യാണ് ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം. ഇനി ഹരിഹര ആൻഡ് ബുക്ക 1336 ആണ് ഈ ഒരു വിജയനഗരം എന്ന് പറഞ്ഞ എംപയർ കണ്ടുപിടിക്കുന്നത്. അത് വിദ്യാരണ്യയുടെ അനുഗ്രഹത്തിലാണ് അവർ ആ ഒരു നേട്ടത്തിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചത് കേട്ടോ. സോ അത്രയും മാത്രം അറിഞ്ഞാൽ മതി, കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകേണ്ട കാര്യമില്ല. ഫൈൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, collection of ancient Tamil songs is called Attakatha literature. Fine. Next എന്താണ്? തോൽക്കപ്യം വാസ് ദി ഏൻഷ്യൻ ഭക്തി പോയട്രി. ഓക്കെ. സോ നമുക്കിതൊന്നും വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ് അല്ലെ. രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. കാരണം കളക്ഷൻ ഓഫ് ഏൻഷ്യൻ തമിഴ് സോങ്സ്, അത് ബേസിക്കലി എന്തായിട്ട് പറയുന്നത്? നമ്മൾ സംഘം ലിറ്ററേച്ചർ എന്നാണ് പറയുന്നത് അല്ലെ. സംഘം പീരീഡില് ലിറ്ററേച്ചർ. സോ നമ്മൾ ബേസിക്കലി അതിനെ അംബ്രല്ല ടേം എന്ന രീതി സംഘം ലിറ്ററേച്ചർ എന്ന് പറയും അല്ലെ. ലിറ്ററേച്ചർ എന്ന് പറയും. ഫൈൻ. സോ തോൽക്കപ്യം ഒരു ഭക്തി പോയട്രി ആയിരുന്നോ? തോൽക്കപ്യം ഒരിക്കലും ഒരു ഭക്തി പോയട്രി ആയിരുന്നില്ല. ഇറ്റ് വാസ് എ വർക്ക് ഓൺ തമിഴ് ഗ്രാമർ കേട്ടോ. പക്ഷെ തമിഴ് ഗ്രാമർ മാത്രമായിരുന്നു. അത് ബേസിക് ആയിട്ടുള്ള അന്നത്തെ കാലത്തിന്റെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ സിസ്റ്റത്തിനെ പറ്റി കൂടി അത് പറയുന്നു അല്ലെ. ബേസിക് സോഷ്യൽ എക്കണോമിക് കണ്ടീഷൻസിനെ കൂടി തോൽക്കപ്യത്തിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതൊരു ഗ്രാമർ ബുക്ക് മാത്രമല്ല, ബേസിക് ആയിട്ടുള്ള അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസിനെ പറ്റി കൂടി അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതോട് ഓർത്ത് വെക്കുക. ഇനി തോൽക്കപ്യം പോലെ തന്നെ അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ബുക്കായിരുന്നു ഏത്? എട്ട് തോകൈ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ബുക്കായിരുന്നു കേട്ടോ. ഇത് കൺസിസ്റ്റ് ഓഫ് 8 വർക്ക്സ് ഉണ്ടെന്ന്. 8 പേരും പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. 8 തോകയെ പറ്റി അറിയാം. ബേസിക്കലി അതൊരു 8 വർക്കിന്റെ 8 അനോളജീസ് ആണ്. അത് ആ 8 വർക്ക്സിനോട് കൂട്ടി പറയുന്നതാണ് 8 തോക എന്നുള്ളത്. ദെൻ പട്ടുപാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു 10 വർക്ക്സ്, ഒരു 8 തോകയിൽ 8 ബുക്കുള്ള പോലെ ഇവിടെ 10 തോകയിൽ 10 ബുക്കുകളാണുള്ളത്. അതിലും കുറേ അധികം പഴയ കൾട്ട് കുറേ ലിറ്ററേച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഫൈൻ. ദെൻ 11 കണക്ക് എന്ന് പറഞ്ഞൊരു മറ്റൊരു ബുക്ക് കൂടെ ഉണ്ട്. അത് ബേസിക്കലി എന്താണ്? എത്തിക്സ് ആൻഡ് മോറൽസ് അല്ലെ. ആ എത്തിക്സ് ആൻഡ് മോറൽസിനെ പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന സംഗതിയായിരുന്നു അത്. ഓക്കെ ഫൈൻ. സോ ഇതിന്റെ ശില്പധികാരം ആരെഴുതിയത്? ശില്പധികാരം ഇളങ്കുവടികൾ. ദെൻ മണിമേഖല ഉണ്ട് അല്ലെ. മണിമേഖല എന്ന് പറഞ്ഞ മറ്റൊരു ബുക്ക് ഉണ്ട്. അതായത് എഴുതിയത് സിട്ടണൈ സാത്തനാർ. സോ ഈ ഇത്രയും ബേസിക് ആയിട്ടുള്ള ലിറ്ററേച്ചറോടൊന്നും നമുക്ക് ജസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി. കാരണം ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പോകേണ്ട കാര്യമില്ല. ഇത്ര ഓർത്താൽ മതി. തോൽക്കപ്യം വാസ് ആക്ച്വലി തമിഴ് ഗ്രാമർ അല്ലെ. തമിഴ് ഗ്രാമർ ഡിസ്കസ് ചെയ്യുന്ന ഒരു ബുക്കായിരുന്നു. പക്ഷെ അതിനകത്ത് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസിനെ പറ്റി കൂടി പറഞ്ഞിട്ടുണ്ട്. ദെൻ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. ശില്പധികാരന്മാരെ എഴുതിയതെന്ന് അറിയണം, അത് ഇളങ്കുവടികളാണ്. ദെൻ മണിമേഖല എഴുതിയാരാണ്? അത് സിട്ടണൈ സാത്തനാറാണ് എന്നുള്ള കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കണം. ഇത്ര അറിഞ്ഞാൽ മതി കേട്ടോ. ഫൈൻ. നെക്സ്റ്റ്, കോൽക്കാർ എന്നത് ഒരു പ്രത്യേക വിഭാഗം നികുതി പിരിവുകാർ ആയിരുന്നു. ഫസ്റ്റ്. ദെൻ കുറുമ്പ്രനാടിലെ ഭരണാധികാരിയായിരുന്നു പഴശ്ശിരാജ. കേരള സിംഹം എന്നറിയപ്പെടുന്ന പോരാളിയായിരുന്നു അല്ലെ പഴശ്ശിരാജ. സോ നമുക്ക് ബേസിക്കലി വളരെ സിമ്പിൾ ആയിട്ട് അറിയാം. പഴശ്ശിരാജ കോട്ടയം എന്ന് പറയുന്ന, ഇന്നത്തെ കോട്ടയമല്ല,
നമ്മുടെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിനുള്ളിൽ വരുന്ന ഒരു ചെറിയ പ്രദേശമായിരുന്നു അന്നത്തെ കോട്ടയം എന്ന് പറഞ്ഞ രാജ്യം കേട്ടോ. സോ ബേസിക്കലി കോട്ടയം എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു പഴശ്ശിരാജ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റ് തന്നെ. ദെൻ കോൾക്കാർ നികുതി പിരിവുകാരായിരുന്നു? അല്ല, കോൾക്കാർ നികുതി പിരിവുകാരായിരുന്നില്ല. പകരം അവരെന്തായിരുന്നു? അവര് ബേസിക്കലി ഒരു പോലീസ് ആർമി ആയിരുന്നു, അല്ലെങ്കിൽ ആർമിന്നോ പോലീസ് മെന്നോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, ഇത് ആരാൽ സൃഷ്ടിച്ചതാണ്? ഇത് ബേസിക്കലി ഹാർവി ബാബർ എന്ന് പറഞ്ഞൊരു സബ് കളക്ടർ എഴുതാം. ഹാർവി ബാബർ എന്ന് പറഞ്ഞ സബ് കളക്ടർ എന്തിനു വേണ്ടി? പഴശ്ശിരാജയെ നേരിടാൻ വേണ്ടി സൃഷ്ടിച്ച ഒരു ലോക്കൽ ആർമി അല്ലെങ്കിൽ ലോക്കൽ പോലീസ് വിങ് ആയിരുന്നു കോൾക്കർ എന്ന് പറഞ്ഞ കേട്ടോ, കോൾക്കർ. ഓക്കെ, അന്നത്തെ കമാൻഡർ ഇൻ ചീഫ് ആരായിരുന്നു? അത് ആർതർ വെല്ലസ്ലി ആയിരുന്നു കേട്ടോ. ആർതർ വെല്ലസ്ലിയെ പറ്റി നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. ബേസിക്കലി ടിപ്പു സുൽത്താനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പലപ്പോഴും വായിക്കുന്ന ഒരു പേരാണ് ആർതർ വെല്ലസ്ലി. അതോടെ ഓർത്ത് വെക്കുക. അന്നത്തെ ചീഫ് ഓഫ് ബ്രിട്ടീഷ് ഫോഴ്സ് ആയിരുന്നു, മലബാർ ഏരിയയിലെ ചീഫ് ഓഫ് ബ്രിട്ടീഷ് ഫോഴ്സ് ആയിരുന്നു ആര്? ആർതർ വെല്ലസ്ലി. സോ അതോടെ അറിയണം. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ് അല്ലെ. കോൾക്കാർ എന്ന ഒരു പ്രത്യേക വിഭാഗം നികുതി പിരിവാറായിരുന്നില്ല. അവരെന്തായിരുന്നു? മറിച്ച് അവരൊരു പോലീസ് അല്ലെങ്കിൽ ഒരു ആർമി ആയിരുന്നു. എന്തിനു വേണ്ടി? പഴശ്ശിരാജയെ നേരിടാൻ വേണ്ടി ഹാർവി ബാബർ എന്ന് പറഞ്ഞ സബ് കളക്ടർ തുടങ്ങിയ ഒരു ചെറിയൊരു പോലീസ് യൂണിറ്റ് അല്ലെങ്കിൽ ആർമി യൂണിറ്റ് ആയിരുന്നു കോൾക്കാർ അല്ലെ. ദെൻ പഴശ്ശിരാജ കോട്ടയം എന്ന് പറഞ്ഞ സ്ഥലത്തെ ഭരണാധികാരിയായിരുന്നു. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് തെറ്റാണ്. ദെയർഫോർ നൺ ഓഫ് ദം ആണ് നമ്മുടെ ആൻസർ കേട്ടോ. കഴിഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമ്മൾ ഓക്കെ, ഇവിടെ ബോത്ത് ആർ റോങ് ആണ്. ഫൈൻ. നമുക്കിനി ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഫ്രഞ്ച് റെവല്യൂഷൻ? ഫ്രഞ്ച് റെവല്യൂഷനുമായി ബന്ധമില്ലാത്ത ഓപ്ഷൻ ഏതാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ്, ടെന്നീസ് കോർട്ട് ഓഫ് ദ ട്രീ ഓഫ് ലിബർട്ടി അറ്റ് ശ്രീരംഗപട്ടണ, ബോസ്റ്റൺ ടീ പാർട്ടി. ഓപ്ഷൻ 4, ദി പാലസ് ഓഫ് വെർസലേസ്. ആൻസർ വളരെ സിമ്പിൾ ആണ്, ബോസ്റ്റൺ ടീ പാർട്ടി. ഫൈൻ, ബോസ്റ്റൺ ടീ പാർട്ടി. ആരാണ് ബോസ്റ്റൺ ടീ പാർട്ടിയുടെ പിന്നിലുണ്ടായിരുന്നത്? അല്ലെങ്കിൽ എന്ത് ഓർഗനൈസേഷൻ ആയിരുന്നു ആ ഓർഗനൈസേഷന്റെ പേര്? അത് സൺസ് ഓഫ് ലിബർട്ടി ഓർഗനൈസേഷൻ അല്ലേ. ലിബർട്ടി ഓർഗനൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരാണ്, മറക്കാതെ വെക്കുക. ഇനി സൺസ് ഓഫ് ലിബർട്ടി ഓർഗനൈസേഷന്റെ പുറകിൽ അതിന്റെ ഫൗണ്ടർ ആരായിരുന്നു? അതിന്റെ ഫൗണ്ടർ സാമുവേൽ ആഡംസ് ആയിരുന്നു അല്ലേ. സാമുവേൽ ആഡംസ്. ഓക്കെ, കഥ അറിയാമെന്ന് വിശ്വസിക്കുന്നു. ബേസിക്കലി എന്തായിരുന്നു? US ബ്രിട്ടീഷ് കൊണ്ടെത്തിച്ചുകൊണ്ടിരുന്ന ടീ ആയിരുന്നു അവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അതിന് ഭയങ്കര റേറ്റ് ആയിരുന്നു, അല്ലെ അതിന് ഭയങ്കര ടാക്സ് ആയിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? അതുകൊണ്ട് സ്മഗിൾ ചെയ്ത് വരുന്ന ടീ ആണ് അന്നത്തെ കാലത്ത് US യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇങ്ങനെ സ്മഗിൾ ചെയ്ത ടീ കണ്ടമാനം ആ ഒരു സ്ഥലത്ത് യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് പാർലമെന്റ് എന്ത് ചെയ്തു? ഒരു ടീ ആക്ട് എന്ന് പറഞ്ഞ രീതിയിൽ ഒരു ആക്ട് കൊണ്ടുവന്നു. ആ ആക്ട് പ്രകാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സോൾ റൈറ്റ് അല്ലെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മാത്രമേ ആ സ്ഥലത്ത് ടീ വിൽക്കാനുള്ള അല്ലെങ്കിൽ ടീ കൊണ്ടുവരാനുള്ള അനുവാദം കൊടുത്തിരുന്നുള്ളൂ. ആൻഡ് ദെൻ ദേ വർ ഏബിൾ ടു സ്മഗിൾ ചെയ്ത് വരുന്ന ടീയേക്കാൾ വില കുറച്ച് ടീ വിൽക്കാൻ സാധിച്ചു വിത്ത് ടാക്സ് അല്ലെ, വിത്ത് ടാക്സ്. ആ സമയത്ത് സാമുവൽ ആഡംസ് വന്നിട്ട് പറഞ്ഞു, വിത്തൗട്ട് പൊളിറ്റിക്കൽ റെപ്രസെന്റേഷൻ ടാക്സ് പിരിക്കുന്നതിനോ അവരെതിരാണ്. നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. ഈ ഒരു വേർഡിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എക്സാമിന് ചോദിക്കാം നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ, ഇത് ഏത് ഇവന്റുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ള ക്വസ്റ്റ്യൻ വരാം. ഇതായിരുന്നു സൺസ് ഓഫ് ലിബർട്ടി ഓർഗനൈസേഷൻ, അതിന്റെ ഫൗണ്ടറായ സാമുവൽ ആഡംസിന്റെ ഏറ്റവും വലിയ വാദഗതി, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. സോ നിങ്ങൾക്ക് ആവശ്യമായ റെപ്രസെന്റേഷൻ തരികയാണ് എങ്കിൽ ടാക്സ് പിരിക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്, അതല്ലാതെ നിങ്ങൾക്ക് ടാക്സ് പിരിക്കാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ബോസ്റ്റൺ ഹാർബറിലുള്ള ഒരു 3 ഷിപ്പിൽ കയറി എന്ത് ചെയ്തു? അദ്ദേഹം ആ ഫുൾ കാർട്ടൽ ഓഫ് ടീ അദ്ദേഹം എന്ത് ചെയ്തു? കടലിലേക്ക് തള്ളി അല്ലേ. So this was Boston Tea Party. So fine. So ഈ 5 ക്വസ്റ്റ്യൻ ആണ്. 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാമായിരുന്നു, കറക്റ്റാക്കി എന്ന് വിശ്വസിക്കുന്നു. ഇനി അഥവാ പുതുതായി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തതാണ് എങ്കിൽ അത് പ്ലീസ് നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോയിന്റ്സ് ഞാൻ ഈ ഒരു ചെറിയ സ്പാൻ ഓഫ് ടൈമിൽ പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നമുക്കിനി നെക്സ്റ്റ് പോർഷനായിട്ട് കാണാം കേട്ടോ. താങ്ക് യു. ഓക്കെ, അപ്പോ നമ്മുടെ വീക്ക്ലി ടെസ്റ്റിലെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഏരിയാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 12 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. 3 ക്വസ്റ്റ്യൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന്, അതേപോലെ 3 ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സ്പൊണൻസിൽ നിന്ന് അല്ലെ, ലോസ് ഓഫ് എക്സ്പൊണൻസിൽ നിന്ന്, അതേപോലെ 3 ക്വസ്റ്റ്യൻസ് ബ്ലഡ് റിലേഷനിൽ നിന്ന്, അതേപോലെ 3 ക്വസ്റ്റ്യൻസ്
ഡയറക്ഷൻ സെൻസിൽ നിന്ന് അല്ലെ എല്ലാ ചാപ്റ്റർ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഓരോരോ ക്വസ്റ്റ്യൻസ് വെച്ച് ഡിസ്കസ് ചെയ്യാം. ആദ്യം മാത്സിൽ 6 ക്വസ്റ്റ്യൻസും മെന്റൽ അബിലിറ്റിയിൽ 6 ക്വസ്റ്റ്യൻസും അല്ലെ, 2 മാത്സ് പോർഷനും 2 മെന്റൽ അബിലിറ്റി പോർഷനാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്താണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ 3 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ചോദ്യം വളരെ സിമ്പിൾ ആണ്. ഇഫ് ദ കോസ്റ്റ് പ്രൈസ് ഈസ് 95% ഓഫ് സെല്ലിംഗ് പ്രൈസ്, വാട്ട് ഈസ് ദ പ്രോഫിറ്റ് പെർസെന്റേജ്? വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 95% ഓഫ് സെല്ലിംഗ് പ്രൈസ് ആണ്. ആ തന്ന കാര്യം നമ്മൾ മാത്തമാറ്റിക്കലി അങ്ങ് എഴുതിയാൽ മതി, അപ്പൊ തന്നെ അതിന്റെ ആൻസറിലോട്ട് എത്തും അല്ലെ. കോസ്റ്റ് പ്രൈസ് ഈസ് 95% ഓഫ് സെല്ലിംഗ് പ്രൈസ് അല്ലെ. കോസ്റ്റ് പ്രൈസ് ഈസ് 95% ഓഫ് സെല്ലിംഗ് പ്രൈസ്. ഇത്ര മാത്രമേ ഉള്ളൂ, 95% ഓഫ് സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് ഈസ് 95% ഓഫ് സെല്ലിംഗ് പ്രൈസ്. അപ്പൊ എന്ത് വരും? എസ് പി ബൈ സി പി എഴുതുക. അല്ലെങ്കിൽ 95% എന്ന് പറയുമ്പോൾ എന്താ, പെർസെന്റേജ് എന്ന് പറയുമ്പോൾ എന്താ, പെർ 100 അല്ലെ. പെർസെന്റേജ് എന്നതിന്റെ അർത്ഥം എന്താ? പെർസെന്റേജ് എന്നതിന്റെ അർത്ഥം പെർ 100, 1/100 ആണ്. ഓക്കെ, എന്റെ പെണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും പറ്റുന്നുണ്ട്. ഓക്കെ, കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 95% എന്ന് പറയുമ്പോൾ പെർ 100. അപ്പൊ എന്ത് പറയാം? 95/100 ഓഫ് ദി സെല്ലിംഗ് പ്രൈസ് എന്ന് പറയാം. അത്രയേ ഉള്ളൂ. ഇവിടെ തന്ന കാര്യം മാത്തമാറ്റിക്കലി എഴുതാം. ഇഫ് ദ കോസ്റ്റ് പ്രൈസ് ഈസ് 95% ഓഫ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 95% ഓഫ് സെല്ലിംഗ് പ്രൈസ്, ആ രീതിയിൽ വരും. അപ്പൊ കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 95/100 സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? എസ് പി ബൈ സി പി അല്ലെങ്കിൽ സി പി ബൈ എസ് പി റേഷ്യോ കാണാം അല്ലെ. സി പി ബൈ എസ് പി ഈക്വൽ ടു എന്ത് വരും? 95/100. 95/100. ഇതിനെ വേണമെങ്കിൽ ചെറുതാക്കാം, ചെറുതാക്കാതിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ചെറുതാക്കാണ്. 95 എത്ര 5 ഉണ്ട്? 19 5. 95 100 എത്ര 5 ഉണ്ട്? 25. അപ്പൊ എന്ത് വന്നടാ? സി പി 19 യൂണിറ്റ്, എസ് പി 20 യൂണിറ്റ് അല്ലെ. അഥവാ കോസ്റ്റ് പ്രൈസ് 19 യൂണിറ്റ്, സെല്ലിംഗ് പ്രൈസ് 20 യൂണിറ്റ്. അപ്പൊ എത്രയാ പ്രോഫിറ്റ്? 1 യൂണിറ്റ് ആണ്. നമ്മൾ പ്രോഫിറ്റ് പെർസെന്റേജ് എങ്ങനെ കാണാം? പ്രോഫിറ്റ് പെർസെന്റേജ് ഈക്വൽ ടു, അതിന് ഇക്വേഷൻ ഒക്കെ നമ്മൾ പറയുന്നതാണ് അല്ലെ, നമ്മൾ ക്ലാസ്സുകളിൽ പറയുന്നതാണ്. പ്രോഫിറ്റ് പെർസെന്റേജ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സി പി ഇൻറ്റു 100 ആണ്. അഥവാ പ്രോഫിറ്റ് പെർസെന്റേജ് ആവട്ടെ ലോസ് പെർസെന്റേജ് ആവട്ടെ, ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക ഏതിന്റെ ബേസിലാ? ഓൺ ദി ബേസ് ഓഫ് സി പി ആണ്. പ്രോഫിറ്റ് പെർസെന്റേജ് ആവട്ടെ ലോസ് പെർസെന്റേജ് ആവട്ടെ, ഇവ രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക ഓൺ ദി ബേസ് ഓഫ് സി പി ആണ്. അപ്പൊ പ്രോഫിറ്റ് പെർസെന്റേജ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സി പി ഇൻറ്റു 100. ഇപ്പൊ അതേപോലെ പറയുകയാണെങ്കിൽ ലോസ് പെർസെന്റേജ് എന്താ? ലോസ് പെർസെന്റേജ് ഈസ് ഈക്വൽ ടു ലോസ് ഡിവൈഡ് ബൈ സി പി ഇൻറ്റു 100. ഓക്കെ, അപ്പൊ നമ്മൾ സാധാരണ സി പിയുടെ ബേസിലാണ് പ്രോഫിറ്റ് പെർസെന്റേജ് ലോസ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. അൺലെസ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ മെൻഷൻ ചെയ്യും എസ് പിയുടെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ വെച്ച് കോമൺ ആയിട്ട് കാണുന്ന ഏതൊരു ചോദ്യത്തിലും പ്രോഫിറ്റ് പെർസെന്റേജും ലോസ് പെർസെന്റേജും കാൽക്കുലേറ്റ് ചെയ്യുക ഓൺ ദി ബേസ് ഓഫ് സി പി ആണ്. അപ്പൊ ഇവിടെ സി പി 19 യൂണിറ്റ് കിട്ടി, എസ് പി 20 യൂണിറ്റ് കിട്ടി. അപ്പൊ 1 യൂണിറ്റ് അല്ലടാ പ്രോഫിറ്റ്. 19 രൂപയുടെ സാധനം 20 രൂപക്ക് വിറ്റു എന്ന് കരുതിയാൽ മതി. 1 യൂണിറ്റ് ആണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് പെർസെന്റേജ് എന്താ വരിക? പ്രോഫിറ്റ് പെർസെന്റേജ് പ്രോഫിറ്റ് എത്രയാ? 1 ഡിവൈഡ് ബൈ സി പി എത്രയാ? 19. 1 ഡിവൈഡ് ബൈ 19 ഇൻറ്റു 100 എന്ത് വരും? 100/19. 100/19. എന്താ 100/19 വരിക? ആദ്യം 100 എത്ര 19 പോകും? എന്തായാലും 5 അല്ലേ? 5 19 95 ആണ് അല്ലെ. ബാക്കി പിന്നെ 50. 50 എത്ര 19 പോകും? ഏകദേശം 2. അപ്പൊ 5.2 ആ രീതിയിലാണ് വരിക. ഇവിടെ 5 വെച്ച് സ്റ്റാർട്ട്. എന്തായാലും 5 കറക്റ്റ് അല്ല. 5 കറക്റ്റ് ആണെങ്കിൽ 100/20 ആവണം. 5.5 കൂടിയ വിലയാണ് വരിക. നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആവശ്യമില്ല. ഓപ്ഷൻ എ ഒഴിവാക്കാം, ഓപ്ഷൻ ബി ഒഴിവാക്കാം, ഓപ്ഷൻ സി ഒഴിവാക്കാം. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 5.26%. അഥവാ ഞാൻ പറയുന്ന അർത്ഥം നിങ്ങൾ 100/19 100 ഡിവൈഡ് ബൈ 19 എഴുതേണ്ട ആവശ്യമില്ല. 100/20 ആണെങ്കിൽ 5 ആണ്. അപ്പൊ 100/19 എന്തായാലും 5 കൂടും. ഡിനോമിനേറ്റർ കുറഞ്ഞാൽ അതിന്റെ വാല്യൂ കൂടുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ 5 കൂടിയ ഓപ്ഷൻ ആകും. ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെ നോക്കിയാൽ മതി. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്, വളരെ സിമ്പിൾ ചോദ്യമാണ്. കോസ്റ്റ് പ്രൈസ് ഈസ് 95% ഓഫ് സെല്ലിംഗ് പ്രൈസ്. അപ്പൊ എന്ത് പറയാം? കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 95% സെല്ലിംഗ് പ്രൈസ്. ആ ഒരു സെന്റൻസ് അത് മാത്തമാറ്റിക്കലി അങ്ങ് എഴുതിയാൽ മതി. അപ്പൊ കോസ്റ്റ് പ്രൈസ് ഈസ് ഈക്വൽ ടു 95/100 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് വരും 95/100 ചെറുതാക്കിയാൽ 19/20. ഇപ്പൊ കോസ്റ്റ് പ്രൈസ് 19 യൂണിറ്റും സെല്ലിംഗ് പ്രൈസ് 20 യൂണിറ്റും. 1 യൂണിറ്റ് ആണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് പെർസെന്റേജ് എങ്ങനെ കാണാം? പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സി പി ഇൻറ്റു 100. 1 ഡിവൈഡ് ബൈ 19 ഇൻറ്റു 100 എന്ത് വരും? 5.26%. ഓപ്ഷൻ ഡി ആയിരിക്കും എന്ത്?
ഈ ഒരു ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. എ ട്രേഡർ സോൾഡ് ആൻ ആർട്ടിക്കിൾ അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20%. നല്ലൊരു ചോദ്യമായിട്ട് ചിലപ്പോ ചില ആൾക്കാർക്ക് ചിലപ്പോ ഡൗട്ട് ഉണ്ടായേക്കാം, എനിക്കറിയില്ല നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടോ ഇല്ലയെന്ന്. ഓക്കെ, ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. നോക്കാം നമുക്ക്. നല്ലൊരു ചോദ്യമാണ്. എ ട്രേഡർ സോൾഡ് ആൻ ആർട്ടിക്കിൾ അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20%. നേരത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരുന്നു, ഇത് കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് കൂടുതലാണ് എന്ന് പറയാം. എ ട്രേഡർ സോൾഡ് ആൻ ആർട്ടിക്കിൾ ഫോർ അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20%. ഒരു ട്രേഡർ 20% ലാഭത്തിന് ഒരു ആർട്ടിക്കിൾ വിറ്റു. ഹാഡ് ഹി ബോട്ട് ദാറ്റ് ആർട്ടിക്കിൾ അറ്റ് 60% ലെസ് പ്രൈസ് ആൻഡ് സോൾഡ് ഇറ്റ് RS 90 less, he would have gained 50%. What is the value of cost price? ഇവര് പറഞ്ഞ കാര്യം നിങ്ങൾ ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഒരു ട്രേഡർ ഒരു ആർട്ടിക്കിൾ 20% ലാഭത്തിന് വിറ്റു. അത് ഓക്കെയാണല്ലോ? ഓക്കെയാണ്. ഹാഡ് ഹി ബൗട്ട് ദാറ്റ് ആർട്ടിക്കിൾ അറ്റ് 60% ലെസ്, 60% കുറവിനാണ്, ലെസ്സിനാണ് അത് വാങ്ങിയത് എങ്കിൽ, ആൻഡ് സോൾഡ് ഇറ്റ് അറ്റ് RS 90 ലെസ്, 90 രൂപ കുറവിനാണ് അത് വിറ്റ്, 60% ലെസ്സിന് വാങ്ങും വേണം, 90 രൂപ കുറവിന് വിൽക്കും വേണം. അങ്ങനെയാണ് ചെയ്തത് എങ്കിൽ ഈ വുഡ് ഹാവ്, ഒരു കണ്ടീഷനാണ്, ഈ വുഡ് ഹാവ് ഗെയിൻഡ് 50%, 50% ലാഭം കിട്ടിയേനെ. അങ്ങനെയാണ് കണ്ടീഷൻ. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കോസ്റ്റ് പ്രൈസ്? കോസ്റ്റ് പ്രൈസിന്റെ വാല്യൂ എന്താണെന്നാണ് ചോദ്യം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ശ്രദ്ധിക്കുക. ഇപ്പോ നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ എന്താ? എ ട്രേഡർ സോൾഡ് ആൻ ആർട്ടിക്കിൾ അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20%. അപ്പൊ ആദ്യം കോസ്റ്റ് പ്രൈസ് 100 ആണെന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കുക, ആദ്യം കോസ്റ്റ് പ്രൈസ് 100 ആണെന്ന് വിചാരിക്കുക. അത് സെല്ല് ചെയ്തു എത്രയാ? 20% ലാഭത്തിന് സെല്ല് ചെയ്തു എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്തായി? 120 ആയി. ആദ്യം കോസ്റ്റ് പ്രൈസ് 100 ആണെന്ന് വിചാരിക്കുക, അത് 20% ലാഭത്തിന് വിറ്റുന്നെന്ന് പറയുമ്പോൾ എന്താ? സെല്ലിംഗ് പ്രൈസ് 120 ആയി. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ഇനി ഇവർ പറയുന്ന ഒരു കാര്യമാണ്, ഹാഡ് ഹി ബൗട്ട് ദാറ്റ് ആർട്ടിക്കിൾ 60% ലെസ്, 60% കുറവ് രൂപക്കാണ് വാങ്ങിയത് എങ്കിൽ, അപ്പൊ 100 രൂപയുടെ സാധനം 60% കുറഞ്ഞ വിലക്ക് വാങ്ങി എന്ന് പറയുമ്പോൾ എത്ര രൂപക്ക് വാങ്ങേണ്ടി വരിക? എടാ 100ന്റെ 60% എന്താണ്? 40 അല്ലേടാ? 100ന്റെ 60% 40 ആണ്. അപ്പൊ 100 രൂപയുടെ സാധനം 60% കുറവിന് വാങ്ങി എന്ന് പറയുമ്പോൾ 40 രൂപക്കാണ് വാങ്ങേണ്ടി വരിക. ഓക്കെ, അങ്ങനെ 90 രൂപ കുറച്ച് വിറ്റാൽ ഈ വുഡ് ഹാവ് ഗെയിൻഡ് എന്താ 50%, 50% ലാഭം കിട്ടും. അപ്പൊ ഇപ്പൊ കോസ്റ്റ് പ്രൈസ് എന്താണ്? 40 ആണ്. 40ന്റെ 50% ലാഭം കിട്ടിയാൽ സെല്ലിംഗ് പ്രൈസ് എന്താണ്? 40ന്റെ 50% എന്താ? 20. അപ്പോ സെല്ലിംഗ് പ്രൈസ് എന്ത് വരും? 40 + 20 എത്ര വരും? 60. സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 60 യൂണിറ്റ് വരും. ഇതാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അഥവാ ആദ്യം ആർട്ടിക്കിൾ സെല്ല് ചെയ്തത് 20% ലാഭത്തിനാണ്. അഥവാ ആദ്യം കോസ്റ്റ് പ്രൈസ് 100 ആകുമ്പോൾ സെല്ലിംഗ് പ്രൈസ് 120. ഓക്കെ, ഫസ്റ്റ് ഇനീഷ്യലി കോസ്റ്റ് പ്രൈസ് 100 ആക്കി എടുത്തു. ഇനീഷ്യലി കോസ്റ്റ് പ്രൈസ് 100 ആകുമ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്രയാ? 120. ഇനി അയാൾ 60% ലെസ് പ്രൈസിനാണ് വാങ്ങിയത് എങ്കിൽ എന്ന് പറയുമ്പോൾ 100 രൂപയുടെ സാധനം 60% ലെസ് പ്രൈസിന് വാങ്ങിയെന്ന് പറയുമ്പോൾ എത്രയാ? 40 രൂപക്ക് കിട്ടും. അങ്ങനെ ചെയ്താൽ 50% അയാൾക്ക്, എന്നിട്ട് 90 രൂപ കുറച്ച് വിറ്റാൽ അയാൾക്ക് 50% ലാഭം കിട്ടും. നിങ്ങൾ 90 രൂപ തൽക്കാലം നിൽക്കട്ടെ, നമുക്കത് പിന്നെ കണക്ട് ചെയ്യാം. 50% ലാഭം കിട്ടുന്നല്ലേ പറഞ്ഞത്? അപ്പൊ 40 രൂപയുടെ സാധനം 50% ലാഭം കിട്ടി എന്ന് പറയുമ്പോൾ എന്താ? 40ന്റെ 50% 20. 40 + 20 എന്ത് വരും? 60 വരും. ഇനി നമുക്ക് ഇത് വെട്ടാം. വെട്ടുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ 0 വെട്ടി. ഓക്കെ, ഇതിനെ എന്താ 5:6 എന്നുള്ള രീതിയിൽ എഴുതി. 5:6 അല്ലെ? അതേപോലെ തന്നെ ഇവിടെയും 0 വെട്ടി. ഇവിടെ എന്താ 2:3. 2:3 വെട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ എത്ര പ്രാവശ്യം വെട്ടിയോ അത്ര പ്രാവശ്യം ഇവിടെയും വെട്ടണം, അല്ലെങ്കിൽ അത് കണക്ഷൻ കിട്ടൂല. ഞാൻ അത് കാണിച്ചു തരാം പിന്നീട്. ഞാൻ തൽക്കാലം എന്താ പറയാ ഇവിടെ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അഥവാ കോസ്റ്റ് പ്രൈസ് 5 യൂണിറ്റ്, സെല്ലിംഗ് പ്രൈസ് 6 യൂണിറ്റ് അല്ലെ ആദ്യം. പിന്നെ കോസ്റ്റ് പ്രൈസ് 2 യൂണിറ്റ്, സെല്ലിംഗ് പ്രൈസ് 3 യൂണിറ്റ്. ഇവിടെ എന്താ പറഞ്ഞത്? ഇത് നോക്കൂ. ഹാഡ് ഹി ബൗട്ട് ദാറ്റ് ആർട്ടിക്കിൾ 60% ലെസ്, 60% കുറവിന് വാങ്ങി, ആൻഡ് സോൾഡ് ഇറ്റ് RS 90 ലെസ്, 90 രൂപ കുറവിന് വിറ്റു എന്ന് പറയുമ്പോൾ ആദ്യം 6 രൂപക്ക് വിറ്റ് 6 യൂണിറ്റിന്, ഇത് രൂപ അല്ല, ഇത് റേഷ്യോസ് ആണ്, ഇത് ജസ്റ്റ് റേഷ്യോസ്. ആദ്യം 6 യൂണിറ്റിന് വിറ്റ സാധനം ഇപ്പൊ 3 യൂണിറ്റിനാണ് വിൽക്കുന്നത് എന്ന് പറയുമ്പോൾ 3 യൂണിറ്റ് കുറവിനാണ് വിൽക്കുന്നത്. ആ 3 യൂണിറ്റിന്റെ വാല്യൂ ആണ് ഈ 90 എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, ആദ്യം 6 രൂപക്ക് വിറ്റ സാധനം അല്ലെ, ഇപ്പോ 90 ലെസ്സിന് വിൽക്കുക എന്ന് പറയുമ്പോൾ എന്താ? ഇപ്പൊ 3 രൂപക്ക് അല്ല 6 യൂണിറ്റിന് വിറ്റ സാധനം ഇപ്പൊ 3 യൂണിറ്റിന് വിൽക്കുന്നത്. അഥവാ 3 യൂണിറ്റ് ആണ് കുറവ്. ആ 3 യൂണിറ്റിന്റെ വാല്യൂ ആണ് എന്ത്? 90. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ?
ഓക്കെ അല്ലേ? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കോസ്റ്റ് പ്രൈസ്? കോസ്റ്റ് പ്രൈസ് എത്രയാ? ഇനീഷ്യലി കോസ്റ്റ് പ്രൈസ് 5 യൂണിറ്റ് അല്ലേ? 5 യൂണിറ്റ് എന്ത് വരും? 3 യൂണിറ്റ് 90 ആണെങ്കിൽ 5 യൂണിറ്റ് എന്ത് വരും? 5 3 × 30 അല്ലേ 90. അപ്പൊ 5 × 30 എന്ത് വരടാ? 150 വരും. 5 × 30 150 വരും. ക്ലിയർ അല്ലേ? ഇത് ഓക്കെ, ഇതിങ്ങനെ ചെയ്യാം. ഇനിയിപ്പോ ഇത് വെട്ടാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ആദ്യം 100 ആക്കി എടുക്കുക. ബുദ്ധിമുട്ടെന്നല്ല, ഇപ്പോ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ആദ്യം എന്താണ്? 100 രൂപയാണ്. സെല്ലിംഗ് പ്രൈസ് 120 ആണ്. പിന്നെന്താണ്? ഒരു കണ്ടീഷൻ 60% ലെസ് പ്രൈസിന് വാങ്ങിയത് എങ്കിൽ എന്ന് പറയുമ്പോൾ 40 രൂപക്ക് വാങ്ങിയാൽ എന്ത് ചെയ്യും? 50% ലാഭം കിട്ടും എന്ന് പറയുമ്പോൾ 60 രൂപയാണ് സെല്ലിംഗ് പ്രൈസ് ആയിട്ട് കിട്ടുക. ഇവിടെ ഇത് ശരിക്കും റേഷ്യോസ് ആട്ടോ. എന്ന് പറയുമ്പോൾ ഇവിടെ 120 യൂണിറ്റാണ് നേരത്തെ വിറ്റത്. ഇപ്പൊ വിൽക്കുന്ന എത്ര യൂണിറ്റിനാ? 60 യൂണിറ്റിനാണ്. എന്ന് പറയുമ്പോൾ 60 യൂണിറ്റിന്റെ കുറവാ. ആ 60 യൂണിറ്റിന്റെ വാല്യൂ ആണ് നമുക്ക് 90 എന്ന് കിട്ടുക. ഓക്കെ, നിങ്ങളിത് വെട്ടാതെ ചെയ്തിട്ട് ഇങ്ങനെ വരിക. ഇങ്ങനെയും വെട്ടാതെയും ചെയ്യാം. ആ 60 യൂണിറ്റിന് വാല്യൂ ആണ് 90. നമുക്ക് കോസ്റ്റ് പ്രൈസ് അല്ലേ വേണ്ടത്? കോസ്റ്റ് പ്രൈസ് എത്രയാ? ഇനീഷ്യലി ഉള്ള കോസ്റ്റ് പ്രൈസ് അത് 100 യൂണിറ്റ് ആണ്. 60 യൂണിറ്റ് 90 ആണെങ്കിൽ 100 യൂണിറ്റ് എന്താണ്? എന്ത് വരും? 90 ഡിവൈഡ് ബൈ 60 × 100. ഓക്കെ, 0 ക്യാൻസൽ. 3 3 9, 2 3 6. ഇവിടെ എന്ത് വരും? 2 10 ക്യാൻസൽ ആക്കാം. 5 30 × 5 എന്ത് വരും? 150. ക്ലിയർ അല്ലേ? 30 × 5 150 വരും. അപ്പൊ അങ്ങനെ നോക്കിയാലും ആൻസർ ചെയ്യാൻ തന്നെ കിട്ടും. പക്ഷെ ഇവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം, ഇപ്പൊ നിങ്ങൾ ഇവിടെ 5:6 വെട്ടി, പക്ഷെ ഇവിടെ നിങ്ങൾ 4:6 ആക്കി നിർത്തുകയാണ്. എന്ന് പറയുമ്പോൾ ആദ്യത്തെ കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ശ്രദ്ധിക്കട്ടോ. ഇത് നിങ്ങൾ നോക്കണം. അതൊരു മിസ്റ്റേക്ക് പോയിന്റ് ആണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കോസ്റ്റ് പ്രൈസ് നിങ്ങൾ 5:6 എന്നുള്ള റേഷ്യോയിൽ എടുത്തു, അത് വെട്ടി ചെറുതാക്കി 5:6 ആക്കി. സെല്ലിംഗ് പ്രൈസ് നിങ്ങൾ എന്തെടുക്കുകയാണ്? 4:6 എന്നുള്ള രീതി എടുക്കുകയാണ്. കാരണം ഇവിടെ വെട്ടിയിട്ടില്ല അല്ലെ? ഇവിടെ 0 വെട്ടി, പക്ഷെ ബാക്കി വെട്ടിയില്ല. അങ്ങനെ വെട്ടാതെ നിന്നാൽ ഇവിടെ നമുക്ക് ഈ ഒരു ചേഞ്ച് കിട്ടൂല. അപ്പൊ അവിടെ എത്ര പ്രാവശ്യം വെട്ടുന്നോ അത്രയും പ്രാവശ്യം ഇവിടെയും വെട്ടണം. നിങ്ങൾക്ക് അറിയാന്ന് വിചാരിക്കുന്നു. ആ ഒരു മിസ്റ്റേക്ക് വരുത്തരുതെന്ന് പറയാണ്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ മിസ്റ്റേക്ക് വരുത്തുന്ന പേടിയുണ്ടെങ്കിൽ ഈ 100 ആക്കിയിട്ട് തന്നെ ചെയ്യാം. ഞാൻ രണ്ടാമത് ചെയ്ത പോലെ തന്നെ. ക്ലിയർ? നല്ലൊരു ചോദ്യം, നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക. അഥവാ ഒരു ട്രേഡർ ഒരു ആർട്ടിക്കിൾ എന്താണ് 20% ലാഭത്തിനാണ് വിറ്റത് എന്ന് പറയുമ്പോൾ കോസ്റ്റ് പ്രൈസ് 100ഉം സെല്ലിംഗ് പ്രൈസ് എന്ത് വരും? 120 വരും. കോസ്റ്റ് പ്രൈസ് 100ഉം സെല്ലിംഗ് പ്രൈസ് 120 വരും. ഇനി അയാൾ 60% ലെസ് പ്രൈസിന് വാങ്ങിയാൽ എന്ന് പറയുമ്പോൾ 100ന്റെ 60% കുറവ് എന്ന് പറയുമ്പോൾ എത്രയാ? 40 രൂപക്ക് വാങ്ങിയാൽ 50% ഗെയിന് കിട്ടും എന്ന് പറയുമ്പോൾ 40 ന് 50% എത്രയാ? 20 അല്ലേ? അപ്പൊ സെല്ലിംഗ് പ്രൈസ് എന്താ വരിക? 40 കോസ്റ്റ് പ്രൈസാ, ഗെയിന് 20 ആണ്. അപ്പൊ 40 + 20 60 ആണ് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, അപ്പോ നേരത്തെ 120 യൂണിറ്റ് ആയിരുന്നു സെല്ലിംഗ് പ്രൈസ്, ഇപ്പൊ 60 യൂണിറ്റ് ആണ് സെല്ലിംഗ് പ്രൈസ്. അഥവാ ഇത് വെക്കുന്ന വിലകളുടെ ഒരു വ്യത്യാസമല്ലേ? ആൻഡ് സോൾഡ് അറ്റ് 90 ലെസ്, 90 രൂപ കുറച്ച് വിറ്റെന്ന് പറയുമ്പോൾ എന്താ? ഈ വിൽക്കുന്ന വിലകളുടെ ഒരു വ്യത്യാസമാണ്. അപ്പൊ 60 യൂണിറ്റിന് മേലെ 90 എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നേരത്തെ കോസ്റ്റ് പ്രൈസ് 100 യൂണിറ്റ് എന്ന് പറയാം, 150 എന്ന് പറയാം. അല്ലെങ്കിൽ ചെറുതാക്കിയിട്ട് ഇവിടെ 3 യൂണിറ്റ് 90, നേരത്തെ കോസ്റ്റ് പ്രൈസ് 5 യൂണിറ്റ് 150 എന്ന് പറയാം. എന്തായാലും ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കൂ, ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. മൂന്നാമത്തെ ചോദ്യം, എ പേഴ്സൺ സോൾഡ് ആൻ ആർട്ടിക്കിൾ അറ്റ് എ ലോസ് ഓഫ് 15%. Had he sold for Rs 30.60 more, he would have gained 9%. To gain 10%, he should have sold it for. എന്ന് പറയുമ്പോ ഒരു പേഴ്സൺ ഒരു ആർട്ടിക്കിൾ 15% ലോസിന് വിറ്റു. ഓക്കെ, ഇനിയിപ്പോ അയാൾ 30.60 രൂപ 30.60 രൂപക്കാണ് വിറ്റത് എങ്കിൽ, had he sold it for Rs 30, അങ്ങനല്ല, 30.60 രൂപ കൂട്ടി, മോർ ഉണ്ടല്ലോ, കൂട്ടിയാണ് വിൽക്കുന്നത് എങ്കിൽ ഈ വുഡ് ഹാവ് ഗെയിൻഡ് 9% ഗെയിൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ടു ഗെയിൻ 10% ഹി വുഡ് സോൾഡ് ഇറ്റ് ഫോർ, അഥവാ 10% ഗെയിൻ ചെയ്യാൻ അദ്ദേഹം എത്ര രൂപയ്ക്ക് വിൽക്കണം? ഇത് ഞാനൊരു എന്താ പറയാ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്, അത് പറയാം. അത് പറയുന്നതിന് മുമ്പ് ഞാൻ ഇതിന്റെ ഒരു ബേസിക് കാര്യം പറയാം. ഓക്കെ, അഥവാ ഒരു സാധനം 15% ലോസിന് വിറ്റു എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം 100 രൂപയുടെ സാധനം
ഓക്കെ, 100 രൂപയുടെ ഒരു 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 ആർട്ടിക്കിൾ, അത് 15% ലോസിന് വിറ്റെന്ന് പറയുമ്പോൾ എന്താ, 100ന്റെ 15% എത്രയാ, 15. 100 15 പോയാൽ 85. ആദ്യം 85 രൂപക്ക് വിറ്റു. ഓക്കെ, ഇനി ഹാഡ് ഹി സോൾഡ് 30.60 more, he would have gained 9%. 30.60 രൂപക്കാണ് വിറ്റത്, സോറി, കൂടുതൽ രൂപക്കാണ് വിറ്റത് എങ്കിൽ അദ്ദേഹത്തിന് 9% ലാഭം കിട്ടും എന്ന് പറയുമ്പോൾ 109 ആവും സെല്ലിംഗ് പ്രൈസ്. ആദ്യത്തെ കേസിലെ സെല്ലിംഗ് പ്രൈസ് എത്രയാ, 85. രണ്ടാമത്തെ കേസിൽ സെല്ലിംഗ് പ്രൈസ് എത്രയാ, സെല്ലിംഗ് പ്രൈസ് 2, അത് 109. ഈ സെല്ലിംഗ് പ്രൈസുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താ, 85 109. അതല്ലേ അവിടുത്തെ ഒരു ഡിഫറൻസ്, അപ്പൊ ആദ്യം 85, ഇപ്പൊ 109. അപ്പൊ സെല്ലിംഗ് പ്രൈസുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്താ, 85 109 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ, 85 5 90, 90 10 100. അപ്പൊ 15 അവിടെ കിട്ടി. 15 9 24, 24 ആ 24 യൂണിറ്റിന്റെ വാല്യൂ ആണ് എന്ത് പറയാം, നമുക്ക് എന്ത് പറയാം, 24 യൂണിറ്റിന്റെ വാല്യൂ ആണ്, അല്ലെങ്കിൽ 24% എടുക്കാം. നമ്മളിവിടെ 100, അതിന് ഇവിടെ 85%, ഇവിടെ 150% ഒക്കെ എടുത്താൽ ഇവിടെ 24% എടുക്കാം. ഓക്കെ, അങ്ങനെ എടുത്താലും പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മൾ 100 തുടങ്ങിയത്. ആ വ്യത്യാസം 24%, ആ 24% വാല്യൂ ആണ് എന്ത്, ഈ 30.60. 24% വാല്യൂ ആണ് 30.60. അങ്ങനെയാണെങ്കിൽ ടു ഗെയിൻ 10%, he would have sold it for 10% ലാഭം കിട്ടണമെന്നുണ്ടെങ്കിൽ അയാൾ അത് എത്ര രൂപയ്ക്ക് വിൽക്കണം എന്ന് പറയുമ്പോ 110% വാല്യൂ കണ്ടാൽ മതി. 100% കണ്ടാൽ എന്താ കിട്ടുക, കോസ്റ്റ് പ്രൈസ് കിട്ടും. പക്ഷെ നമുക്ക് 10% ലാഭം കിട്ടണമെങ്കിൽ അയാൾ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്ന് ചോദിച്ചാൽ 110% വാല്യൂ ആണ് കാണേണ്ടത്. അപ്പൊ എങ്ങനെ വരും, 24% വാല്യൂ 30.60. ഓക്കെ, അപ്പൊ 1% തരും 30.60 ഡിവൈഡ് ബൈ 24. 110% 30.60 ഡിവൈഡ് ബൈ 24 ഇൻറ്റു 110. ക്ലിയർ അല്ല? അപ്പൊ എന്ത് വരും, ഇത് ഗുണിച്ച് നോക്കുക. ഇവിടെ എന്തായാലും 306 ഇൻറ്റു 11 വരിക, 3060 306 എന്ത് വരും, 3366. 3366 ഡിവൈഡ് ബൈ 24. ഓക്കെ, 33 24 പോകും ഒരു പ്രാവശ്യം. ഓക്കെ, 24 6 30 പിന്നെ 96 24 പോകും 4 അല്ലെ, 96 4 24 അല്ലേ, യെസ്. അപ്പൊ 4, അപ്പൊ 14 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, 14 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ആകെ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അത് ഓപ്ഷൻ എ ആണ്. ക്ലിയർ അല്ലേ? കംപ്ലീറ്റ് ചെയ്ത ആൻസറിലോട്ട് എത്തേണ്ട ആവശ്യമില്ല. 3366 ഡിവൈഡ് ബൈ 24. ഓക്കെ, എന്തായാലും 140.25. നിങ്ങൾക്ക് എവിടുന്ന് ആൻസർ കിട്ടി അവിടെ നിർത്താം. 140.25%, അതായിരിക്കും ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അഥവാ ആദ്യം ആർട്ടിക്കിളുടെ വില 100%. നിങ്ങൾ എന്താ പറയാ, ആദ്യം 85% ലോസിന് വിറ്റ് എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് എത്ര ശതമാനമായി, സോറി, ആദ്യം 15% ലോസിന് വിറ്റ് എന്ന് പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ് 85% ആണ്. പിന്നെ 9% ഗെയിനാണ് വിൽക്കുന്നത്, അപ്പൊ സെല്ലിംഗ് പ്രൈസ് 109% ആണ്. അവർക്കടിയിലുള്ള വാല്യൂ 24%, അതിന്റെ വാല്യൂ ആണ് എന്ത്, 30.60. അത് അങ്ങനെ പറയാൻ കാരണം എന്താ, ഈ 30.60 രൂപ കൂട്ടി വിറ്റപ്പോഴാണ് 15% ലോസിൽ നിന്ന് 9% ഗെയിനിലോട്ട് എത്തിയത്. ക്ലിയർ അല്ലേ? 30.60 രൂപ കൂട്ടി വിറ്റപ്പോഴാണ് 15% ലോസിൽ നിന്ന് എന്തിലോട്ട് എത്തിയത്, 9% ഗെയിൻ എന്ന അവസ്ഥയിലോട്ട് എത്തിയത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ എടുത്തത്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് ആൻസർ, 140.25%. ഓപ്ഷൻ എ ആണെന്ത്, ഈ ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യന് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇത് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യാം, ശ്രദ്ധിക്കുക. അഥവാ ഇവിടെ ആദ്യം 15% ലോസിനാണ് വിറ്റത് എന്ന് പറയുമ്പോൾ -15% ആണല്ലേ, ലോസ് എന്ന് പറയുമ്പോൾ മൈനസ് ആണ്. ഇങ്ങനെ എടുക്കുക, ആദ്യം 15% ലോസിന് വിറ്റത് കോമൺ ആയിട്ട് കാണുന്ന ഒരു ടൈപ്പ് ചോദ്യം. ഇത് എസ് ജി ഒക്കെ നല്ല രീതിയിൽ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്പാണ്. അത് എന്താ റീസെന്റ് ആയിട്ട് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമുകളിലൊക്കെ കാണുന്നുണ്ട് അല്ലെ. 15% ലോസ് എന്ന് പറയുമ്പോൾ -15% ആണ്, ലോസ് ആണ്, ആയതുകൊണ്ട് മൈനസ് കൊടുക്കുക. പിന്നെ ഗെയിൻ എത്രയോ രൂപ കൂട്ടിയപ്പോ ഗെയിൻ 9% എന്ന് പറയുമ്പോൾ ഗെയിൻ എന്ന് പറയുമ്പോൾ പ്ലസ് ആണ്, +9%. നിങ്ങൾ ചെയ്യേണ്ടത് ഈ -15%ന്റെയും +9%ന്റെയും ഡിഫറൻസ് കാണാം. അതെങ്ങനെ വരിക, 9 - -15 എന്ന് പറയുമ്പോൾ 9 + 15.
എടാ ലോസ് ഓഫ് 15% എന്ന് പറയുമ്പോൾ എന്ത് കൊടുക്കുക? -15%. അത് ഗെയിനായി എപ്പോ 30.60 രൂപ കൂട്ടി വിറ്റപ്പോ എന്ന് പറയുമ്പോൾ ഗെയിനായി എന്ന് പറയുമ്പോൾ +9%. ഇതിന്റെ ഡിഫറൻസ് എന്ത് വരും? 9 മൈനസ് 15 തരും 24% നിർത്തോളൂ. 24% അതിന്റെ വാല്യൂ ആണ് എന്ത്? 30.60. നമുക്ക് എന്താ വേണ്ടത്? 10% ഗെയിനിന് വിൽക്കുമ്പോഴുള്ള എന്താ സെല്ലിംഗ് പ്രൈസ് അല്ലെ? കോസ്റ്റ് പ്രൈസ് എപ്പോഴും 100% ആയിരിക്കും. 10% ഗെയിൻ എന്ന് പറയുമ്പോൾ 100 + 10 എന്ത് വരും? 110%. 110% ആയിരിക്കും എന്ത്? സെല്ലിംഗ് പ്രൈസ്. അപ്പൊ 24% വാല്യൂ 30.60 ആണെങ്കിൽ 110% വാല്യൂ എന്ത് വരും? 30.60 ഡിവൈഡ് ബൈ 24 ഇൻറ്റു 110. നമ്മൾ നേരത്തെ ചെയ്തതാണ്. എന്ത് വരും? 140.25%. ഈ രീതിയിലും കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ ഡീൽ ചെയ്യാം എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. ഇപ്പൊ 3 ചോദ്യങ്ങൾ കഴിഞ്ഞതായിരുന്നു എന്ത്? നമ്മുടെ 3 പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ചോദ്യങ്ങൾ. ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള അടുത്തൊരു ചാപ്റ്റർ ആണ് നമ്മുടെ ലോസ് ഓഫ് എക്സ്പെൻസ്. നമ്മൾ വളരെ വിശദമായിട്ട് നമ്മുടെ PSC ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒരു 8 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് അല്ലെ? ഈ എക്സ്പെൻസിന്റെ റൂൾ എന്താണ് അല്ലെ? ഒരുപാട് റൂളും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ഡിഫറെന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ദ വാല്യൂ ഓഫ് 5³ ഇൻറ്റു 5⁴ ഇൻറ്റു 5². ഇവിടെ ഏത് റൂളാണ് യൂസ് ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും പറയാൻ പറ്റും. ഇവിടെ യൂസ് ചെയ്യുന്ന റൂള് ഇതാണ്. A⁻m ഇൻറ്റു A⁻n എന്ന് പറഞ്ഞാൽ എന്താണ്? A⁻m+n അല്ലെ? മൾട്ടിപ്ലിക്കേഷൻ റൂളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. A⁻m ഇൻറ്റു A⁻n എന്ന് പറഞ്ഞാൽ എന്താണ്? A⁻m+n ആണ്. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാം? അതേപോലെ ശ്രദ്ധിക്കുക. അതേപോലെ ഇവിടെ എന്താ വന്നത്? 5³ ഇൻറ്റു 5³ ഇവിടെ 3 ആൾക്കാരുണ്ട്. 5³ ഇൻറ്റു 5⁴ ഇൻറ്റു 5². നിങ്ങൾ ബേസ് സെയിം ആണ് നോക്കണം. ബേസ് ഫുള്ള് 5 ആണ്. അതുകൊണ്ട് പവേഴ്സ് അവിടെ ആഡ് ചെയ്യാം. ബേസ് സെയിം അല്ലെങ്കിൽ ബേസ് സെയിം ആക്കണം കേട്ടോ. ഓക്കെ. 5³ ഇൻറ്റു 5⁴ ഇൻറ്റു 5² എന്ത് വരും? 5⁻³ + 4 + 2 എന്ത് വരും? 3 + 4 എന്താ? 7. 7 + 2 എന്താ? 9. 5�9. 5�9 ആയിരിക്കും നമ്മുടെ ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും എന്ത്? ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത് അല്ലെ? 5³ ഇൻറ്റു 5⁴ ഇൻറ്റു 5². ഇത് ഏത് ഫോമാണ്? A⁻m ഇൻറ്റു A⁻n A⁻m+n. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. A⁻m ഡിവൈഡ് ബൈ A⁻n എന്താ? A⁻m-n ആണ് അല്ലെ? അതേ രീതിയിലുള്ള മൾട്ടിപ്ലിക്കേഷൻ റൂളും ഡിവിഷൻ റൂളും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾക്ക് അത് എല്ലാവർക്കും ചെയ്യാൻ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്കും. 5ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 5 പോകാം. If 2⁻3k - 5 is equal to 4096, then find the value of k. ഇവിടെ നോക്കടാ. 2⁻3k - 5ന്റെ വാല്യൂ ആണെന്ത്? 4096. അപ്പൊ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് 4096 ഇവിടെ 2 അല്ല ബേസ്. 4096നെ നമുക്ക് 2ന്റെ ഏത് പവറാക്കി എഴുതാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. 2⁻10 എന്തായിരുന്നു? അത് 1024. 1024 അല്ലെ? ഇത് നമ്മൾ പഠിച്ചതാണ്. നമ്മളൊരു ടേബിളൊക്കെ വെച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ. നിങ്ങൾ അപ്പോൾ ലോസ് ഓഫ് എക്സ്പെൻസ് ക്ലാസ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഒരു ടേബിളൊക്കെ വെച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പൊ 2⁻10 എത്രയാ? 1024 ആണ്. അപ്പൊ 2⁻11 എന്താ വരിക? ഒരു 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ 1024 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എന്ത് വരും? 1024 × 2 എന്ത് വരടാ? 1024 × 2 2048. 2048 ആണ് 2⁻11 വരിക. നമുക്ക് 2048 വേണ്ടത്. നമുക്ക് 4096. അപ്പൊ 2⁻12 വീണ്ടും 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എന്ത് വരും? ഈ 2048നെ വീണ്ടും 2 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് വരും? 4096 വരും. ക്ലിയർ അല്ലേ? 4096 എന്ന് പറയുമ്പോ ഇവിടെ ഈ 4096 എന്നുള്ളത് എന്താണ്? 2⁻12 ആണ്. അത് നമ്മൾ ഡയറക്റ്റ് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. കാരണം 2⁻10 1024 നമുക്ക് അറിയാം. നമ്മൾ ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്തതാണ്. അപ്പൊ 2⁻11 എന്ത് വരും? 2048. അതിനെ 2 കൊണ്ട് ഗുണിക്കുക. 2⁻12 എന്ത് വരും? 4096. അതിനെ വീണ്ടും 2 കൊണ്ട് ഗുണിക്കുക എന്ന് പറയുമ്പോ 2⁻3k - 5 ഈസ് ഈക്വൽ ടു എന്ത് പറയാം? 2⁻12 എന്ന് പറയാം. 2⁻12 എന്ന് പറയാം. ഇപ്പൊ എന്തായി? ഇപ്പൊ ബേസ് സെയിം ആയി അല്ലെ? 2⁻3k - 5 ഈസ് ഈക്വൽ ടു 2⁻12 എന്ന് പറയുമ്പോൾ എന്താ? ബേസ് സെയിം ആയി. ബേസ് സെയിം ആയാൽ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. ബേസ് സെയിം ആയാൽ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും?
3k മൈനസ് 5 ഈസ് ഈക്വൽ ടു 12 എന്ന് പറയാം. അപ്പൊ എന്ത് വരും? 3k ഈക്വൽ ടു 5 പ്ലസ് 12 എന്ത് വരും? 17. k ഈക്വൽ ടു എന്ത് വരും? 17/3. ക്ലിയർ അല്ല? അപ്പൊ ഇതാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 3k മൈനസ് 5 ഈക്വൽ ടു 12. 3k ഈക്വൽ ടു 12 പ്ലസ് 5 17. k ഈക്വൽ ടു 17/3. ഓപ്ഷൻ ഡി ആണെന്ത് ഈ ഒരു ക്വസ്റ്റിന് കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. അപ്പോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ 4096 എന്നുള്ളത് എന്താണ്? 2^12 ആണ്. ഇനി ഇൻ കേസ് നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഈ ഒരു വാല്യൂ കണ്ടാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് പറയാം? 2^12 ആണ് 4096. ഇപ്പൊ അറിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം 2^10 1024 എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിപ്പിച്ചതാണ് അല്ലെ. 2^11 എന്ത് വരും? 2048. 2^12 എന്ത് വരും? 4096. ഓക്കെ. അപ്പൊ 2^3k മൈനസ് 5 ഇസ് ഈക്വൽ ടു 2^12. അപ്പൊ 3k മൈനസ് 5 ഇസ് ഈക്വൽ ടു 12. 3k ഈക്വൽ ടു 17. k ഈക്വൽ ടു എന്ത് വരും? 17/3 ആണ് ഇവിടെ വരാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 6ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. നല്ലൊരു ചോദ്യമാണ്. ഇഫ് 12/7 റൈസ് ടു 5 ഇൻറ്റു 7/12 റൈസ് ടു 8 ഇൻറ്റു 12/7 റൈസ് ടു 16 ഈക്വൽ ടു 7/12 റൈസ് ടു 2m പ്ലസ് 10 ദെൻ m ഈസ് ഈക്വൽ ടു. സംഗതി സിമ്പിൾ ആണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ. എന്താണ് വരിക? ശ്രദ്ധിക്കുക. വെള്ളം കുടിക്കട്ടെ. ഇവിടെ ഏതാ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ a റൈസ് ടു മൈനസ് n എന്ന് പറയുമ്പോൾ എന്താ? 1/a റൈസ് ടു n ആണ്. അല്ലെങ്കിൽ 1/a ഹോൾ റൈസ് ടു n എന്ന് പറയാം. എന്ന് പറയുമ്പോ ഇപ്പൊ a ബൈ ബി ഹോൾ റൈസ് ടു മൈനസ് n എന്ന് പറഞ്ഞ എന്താണ്? b/a ഹോൾ റൈസ് ടു n ആണ്. മൈനസ് പോവും. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ. a ബൈ ബി ഹോൾ റൈസ് ടു മൈനസ് n എന്ന് പറയുമ്പോൾ എന്താണ്? അത് b/a ഹോൾ റൈസ് ടു n ആണ്. ഓക്കെ. അപ്പൊ ആ രീതിയിൽ ഇവിടെ ക്വസ്റ്റ്യൻ ആണ് ആദ്യം എഴുതാം. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് ആലോചിക്കാം. ശ്രദ്ധിക്കുക. സിമ്പിൾ ആണ്. നോക്കൂ. 12/7 അല്ലെ? 12/7 റൈസ് ടു 5 ഇൻറ്റു 7/12 റൈസ് ടു 8. ഓക്കെ. ഇൻറ്റു 12/7 റൈസ് ടു 16. ദാറ്റ് ഈസ് ഈക്വൽ ടു 7/12 റൈസ് ടു 2m പ്ലസ് 10. ഓക്കെ. നമുക്ക് ഇവിടെ ബേസ് എല്ലാം സെയിം ആക്കണം. ബേസ് സെയിം ആക്കുമ്പോൾ 7/12 റൈസ് ടു 2m പ്ലസ് 10 അല്ലേ? അപ്പൊ നമുക്ക് ഇതിലോട്ട് മാറ്റാം. ഏതിലോട്ട് മാറ്റാം? 7/12 മാറ്റാം. ശ്രദ്ധിക്കട്ടോ. കാരണം ഈക്വൽറ്റിന് ശേഷം എന്താണ്? 7/12 ആണ്. അപ്പൊ കംപ്ലീറ്റ് നമുക്ക് എന്തിലോട്ട് മാറ്റാം? ആ 7/12 മാറ്റാം. അതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ മാറ്റുമ്പോ ഇവിടെ ഫസ്റ്റില് 12/7 അല്ലേ? അതിന് 7/12 എഴുതുമ്പോൾ എന്താവും? ആ +5 ഉള്ളത് -5 ആവും. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്ന് പറയുമ്പോ 12/8 ഹോൾ റൈസ് ടു 5 എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? 7/12 ഹോൾ റൈസ് ടു -5 എന്ന് എഴുതാം. ഓക്കെ. ദാറ്റ് ഇൻറ്റു പിന്നെ ഇവിടെ എന്താണ്? 7/12 ഹോൾ റൈസ് ടു 8 തന്നെയാണ്. അതിന് യാതൊരു പ്രശ്നമില്ല. 7/12 ഹോൾ റൈസ് ടു 8. അതേപോലെ തന്നെ അടുത്ത് നോക്കൂ. അടുത്ത് 12/7 ഹോൾ റൈസ് ടു 16 നമുക്ക് എങ്ങനെ എഴുതാം? 7/12 ഹോൾ റൈസ് ടു -16 എന്ന് എഴുതാം. 7/12 ഹോൾ റൈസ് ടു -16 എന്ന് എഴുതാം. എല്ലാം 7/12 മാറ്റുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 7/12 ഹോൾ റൈസ് ടു 2m പ്ലസ് 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 7/12 ഹോൾ റൈസ് ടു 2m പ്ലസ് 10 ആയി. ഓക്കെ. അപ്പൊ 7/12 ഹോൾ റൈസ് ടു -5 ഇൻറ്റു 7/12 ഓൾറെഡി രണ്ടാമത്തെ ഇത് ഓൾറെഡി 7/12 തന്നെയാണ്. 7/12 റൈസ് ടു 8 ഇൻറ്റു 7/12 ഹോൾ റൈസ് ടു -16. ദാറ്റ് ഈസ് ഈക്വൽ ടു 7/12 റൈസ് ടു 2m പ്ലസ് 10 ആയി. ഓക്കെ. ഇപ്പൊ ഇവിടെ എന്തായി? കംപ്ലീറ്റ് ബേസ് സെയിം ആയി. അപ്പൊ നമുക്ക് ഏത് യൂസ് ചെയ്യാം? നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ആ ഒരു ഇക്വേഷൻ a റൈസ് ടു m ഇൻറ്റു a റൈസ് ടു n. ഇനിയിപ്പോ ഇവിടെ a റൈസ് ടു p എന്നുണ്ടെങ്കിൽ എന്താ? a റൈസ് ടു m പ്ലസ് n പ്ലസ് p ഇങ്ങനെ എഴുതാം. അതാണ് യൂസ് ചെയ്യുന്നത്. അഥവാ ഇവിടെ നമുക്ക് 7/12 റൈസ് ടു എങ്ങനെ എഴുതാം? ഇവിടെ
7/12 മൈനസ് 5 പ്ലസ് 8 പ്ലസ് മൈനസ് 16 ദാറ്റ് ഈസ് ഈക്വൽ ടു 7/12 2m പ്ലസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 7/12 2m പ്ലസ് 10 എന്ന് എഴുതാം. ഇതെന്താ വരിക? -5 പ്ലസ് 8 എന്ത് വരും? 8 - 5 3 വരും. ഓക്കെ, ക്ലിയർ? 2 3 ആണ് അവിടെ വരുന്നത്. സോറി ഇവിടെ 3 വരും. -5 പ്ലസ് 8 എന്ത് വരും? 3 വരും. അത് +3 -60 എന്ത്? -13 വരും. അത് എങ്ങനെ വരിക? 7/12 റൈസ് ടു -13 ഈക്വൽ ടു -12 റൈസ് ടു 2m പ്ലസ് 10. 7/12 റൈസ് ടു -13 ഈക്വൽ ടു 7/12 2m പ്ലസ് 10 വരും. അപ്പൊ എന്തായി? നമ്മുടെ ബേസ് സെയിം ആയി. ഇനി നമുക്ക് പവേഴ്സ് ഇത് ഈക്വൽ ടു എന്നുള്ള രീതിയിലായത് അല്ലെ? 7/12 റൈസ് ടു -13 ഈക്വൽ ടു 7/12 റൈസ് ടു 2m പ്ലസ് 10. അപ്പൊ നമുക്ക് ഇനി പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. എന്ത് വരും? 2m പ്ലസ് 10 ഈക്വൽ ടു -13 എന്ന് പറയാം. 2m പ്ലസ് 10 ഈക്വൽ ടു -13. അപ്പൊ 2m ഈക്വൽ എന്ത് വരും? 2m ഈക്വൽ ടു -13 പ്ലസ് 10. 2m ഈക്വൽ ടു ഈ 13 10 ഇങ്ങോട്ട് പോയാൽ എന്ത് വരും? -13 - 10 അങ്ങനെ വരിക. -13 - 10 എന്ത് വരും? -23. 2m ഈക്വൽ ടു -13 - 10 -23 വരും. m ഈക്വൽ എന്ത് വരും? -23/2. m ഈക്വൽ ടു -23/2. അപ്പൊ എമ്മിന്റെ വാല്യൂ എന്താണ്? ഓപ്ഷൻ ഡി -23/2 എന്നുള്ളതാണ് എന്ത്? എമ്മിന്റെ വാല്യൂ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓപ്ഷൻ ഡി ആണെന്ത്? ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, 7/12 റൈസ് ടു 5 ഇൻറ്റു 7/12 റൈസ് ടു 8 ഇൻറ്റു 7/12 റൈസ് ടു -5 ഇൻറ്റു 7/12 റൈസ് ടു 8 ഇൻറ്റു 7/12 റൈസ് ടു -16. അത് എങ്ങനെ എഴുതി എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത അതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ല. അപ്പോൾ ഇതാണെന്ത്? 6 നമ്മുടെ മാത്സിന്റെ ചോദ്യങ്ങൾ. ഇനി ബാക്കി 6 മെന്റൽ അബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ബ്ലഡ് റിലേഷനും ഉണ്ട്, ഡയറക്ഷൻ സെൻസും ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഏരിയാസ് ആണ്. പഠിച്ചവർക്ക് വളരെ സിമ്പിൾ ആണ്, പഠിക്കാത്തവർക്ക് അത് ബുദ്ധിമുട്ടുമാണ് അല്ലെ? അപ്പൊ അങ്ങനത്തെ ഒരു ഏരിയ ആണ്. നമുക്ക് നോക്കാം. ഇവിടെ എന്താണ്? നോക്കൂ, A+B means A is the sister of B. A-B means A is the brother of B. A into B means A is the mother of B. A division B means A is the father of B. If V plus S into Q minus P division T plus R into U, then how is R related to S? ഇപ്പൊ റീസെന്റ് ആയിട്ട് നല്ല രീതിയിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ചോദ്യമാണ്. നമ്മൾ പണ്ടൊക്കെ ബ്ലഡ് റിലേഷനിൽ വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങളല്ല റീസെന്റ് ആയിട്ട് കാണുന്നത്. ഇപ്പോ SSC ആവട്ടെ, RRB ആവട്ടെ, PSC എക്സാമുകളിലാവട്ടെ, ഡിഗ്രി എക്സാമുകളൊക്കെ ഈ രീതിയിലാണ് എന്ത്? ബ്ലഡ് റിലേഷന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇവിടെ A+B എന്ന് പറഞ്ഞാൽ A is the sister of B ആണ്. ഓക്കെ, അപ്പൊ എന്ത് പറയാം? അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യാം. V plus S എന്ന് പറയുമ്പോൾ V is the sister of S അല്ലെ? V plus S എന്ന് പറയുമ്പോൾ എന്താണ്? V is the സിസ്റ്റർ ഓഫ് എസ്. അപ്പൊ ഈ രീതിയിൽ വരും. നിങ്ങൾ ബ്ലഡ് റിലേഷന്റെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അല്ലെ? ഇത് റിവിഷൻ ക്ലാസ് ആണ്, നമ്മുടെ ഡിസ്കഷൻ ആണ് കേട്ടോ. അതല്ലാതെ ഇവിടെ ക്ലാസ് എടുക്കല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ബ്ലഡ് റിലേഷന്റെ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കോഴ്സിലുണ്ട്. ഈ A into B മീൻസ് എന്താ? A is the mother of B. അപ്പോ S into Q എന്താ? S is the mother of Q. S into Q എന്ന് പറയുമ്പോൾ എന്താണ്? S is the mother of Q. ശ്രദ്ധിക്കുക, S is the mother of Q. Qയുടെ മദർ ആണ് ആര്? S. അപ്പൊ അതും ക്ലിയർ ആയി. ഇനി അടുത്ത് നോക്കൂ, Q മൈനസ് P. നിങ്ങൾ A മൈനസ് B നോക്കുക. A മൈനസ് B എന്താ? A is the brother of B. അപ്പൊ Q മൈനസ് P എന്താ? Q is the brother of P. Q is the brother of P. Q is the brother of P. ഈ രീതിയിൽ വരും. Q is the brother of P. അടുത്തത് P ഡിവിഷൻ T. ആദ്യം A ഡിവിഷൻ B നോക്കുക. A ഡിവൈഡ് ബൈ B എന്താ? A is the father of B. അപ്പോ P ഡിവൈഡ് ബൈ T എന്ത് വരും? P is the father of T. P is the father of T. P is the father of T. P father ആണ്. P is the father of T. ഈ രീതിയിൽ വരും. അടുത്തത് T plus R. T plus R എന്താ? A plus B എന്താ? A plus B എവിടെ? A is the sister of B. അപ്പൊ T plus R എന്ത് വരും? T is the sister of R. T is the sister of R. ഈ രീതിയിൽ വരും. T is the sister of R. ഇനി R into U. A into B എന്താ?
എ ഇസ് ദ മദർ ഓഫ് ബി. അപ്പൊ ആർ ഇൻറ്റു യു എന്താ? ആർ ഇസ് ദ മദർ ഓഫ് യു. ആർ ഈസ് ദ മദർ ഓഫ് യു. യുവിന്റെ മദർ ആണ് ആര്? ആർ. ഈ രീതിയിലാണ് എന്ത് വരുന്നത്? നമ്മുടെ ആ ഒരു ഫാമിലി ട്രീ വരുന്നത്. ശ്രദ്ധിക്കുക, ഈ രീതിയിലാണ് ഫാമിലി ട്രീ വരുന്നത്. ചോദ്യം എന്താ? ഹൗ ഈസ് ആർ റിലേറ്റഡ് ടു എസ്? ആറ് എസുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ആരാണ്? ആറ് എസുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ആരാണ്? ഓക്കെ, ആറ് എസുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ആരാണ്? ഓക്കെ ഓക്കെ ഓക്കെ. എന്താണ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയത്? ഞാനത് എന്താ ആൻസർ കീ മാറിയിട്ടുണ്ടോ എന്ന് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. എസിന്റെ മകന്റെ മകളായിട്ടാണ് വരുന്നത്. അപ്പൊ ഗ്രാൻഡ് ഡോട്ടർ ആണ് ശരിക്കും അല്ലെ? ആർ എസുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ആരാണ്? ഗ്രാൻഡ് ഡോക്ടർ ആണ്, ഡോക്ടർ അല്ല. ആൻസർ കീ മാറിയതായിരിക്കാനാണ് ചാൻസ്. ഞാൻ ആൻസർ കീ കൊടുത്തത് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. വെരി സോറി. അങ്ങനെയാണെങ്കിൽ വെരി സോറി. എന്താണ്? ഗ്രാൻഡ് ഡോക്ടർ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. യെസ്, ഗ്രാൻഡ് ഡോട്ടർ തന്നെയാണ് ആൻസർ കേട്ടോ. എ പ്ലസ് ബി മീൻസ് എ ഇസ് ദ സിസ്റ്റർ ഓഫ് ബി. എ മൈനസ് ബി മീൻസ് എ ഇസ് ദ ബ്രദർ ഓഫ് ബി. എ ഇൻറ്റു ബി മീൻസ് എ ഇസ് ദ മദർ ഓഫ് ബി. എ ഡിവിഷൻ ബി മീൻസ് എ ഇസ് ദ ഫാദർ ഓഫ് ബി. ഓക്കെ, ബി പ്ലസ് എസ് ഇൻറ്റു ക്യു എസ്. ഗ്രാൻഡ് ഡോട്ടർ തന്നെയാണ് ആൻസർ. ഓപ്ഷൻ സി ആണെന്ത് ഈ ഒരു ക്വസ്റ്റിന് കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, ഗ്രാൻഡ് ഡോക്ടർ തന്നെയാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ. ഓക്കെ, ക്ലിയർ? ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. എട്ടാമത്തെ ചോദ്യം. ഓക്കെ, എട്ടാമത്തെ ചോദ്യം നോക്കാം. ഗ്രാൻഡ് ഡോട്ടർ ഇവിടെ ആൻസർ ചെയ്താണ്, ഗ്രാൻഡ് ഡോട്ടർ ആണ്. അടുത്ത ചോദ്യം നോക്കൂ. എട്ടാമത്തെ ചോദ്യം ഇതാണ്. B is the only son of A. C is the mother of D. A is the mother of C. The relation of B with D. B is the only son of A. അല്ലെ? B എന്നത് എന്താണ്? only son of A. എയുടെ ഒരേ ഒരു സണ്ണാണ്. B എന്ന ആള് എയുടെ ഒരേ ഒരു സണ്ണാണ്. B എന്ന ആള് എയുടെ ഒരേ ഒരു സണ്ണാണ്. എയുടെ ഒരേ ഒരു സണ്ണാണ് ആര്? B എന്ന ആള്. B is the only son of A. അടുത്ത് വായിക്കാം. സി ഇസ് ദ മദർ ഓഫ് ഡി. സി ഇസ് ദി മദർ ഓഫ് ഡി. ഓക്കെ, സി എന്താണ്? ഡിയുടെ മദർ ആണ്. ഇവിടെ എന്താ സിയും ഡിയും ഇവിടെ എത്തിയിട്ടില്ല. തൽക്കാലം അത് ഹോൾഡ് ചെയ്യാം. എ ഇസ് ദ മദർ ഓഫ് സി. എ സിയുടെ മദർ ആണ്. എ സിയുടെ കൂടി മദർ ആണ്. ഇനിയിപ്പോ സി ഇസ് ദ മദർ ഓഫ് ഡി. സി ഡിയുടെ മദർ ആണ്. അത് നമുക്ക് ഇവിടെ എന്താ മാർക്ക് ചെയ്യാം. സി ഡിയുടെ മദർ ആണ്. ഇനി അടുത്തത് ദ റിലേഷൻ ബിറ്റ്വീൻ ബി ആൻഡ് ഡി. ബിയും ഡിയും തമ്മിൽ റിലേഷൻ എന്താ? മെറ്റേണൽ അങ്കിൾ അല്ലെ? മെറ്റേണൽ അങ്കിൾ ആണ്, അഥവാ അമ്മയുടെ സഹോദരൻ. മെറ്റേണൽ അങ്കിൾ ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് ഇടുന്നത്. ക്ലിയർ അല്ലേ? മെറ്റേണൽ അങ്കിൾ ഓപ്ഷൻ ബി ആണ് എന്ത് ഈ ഒരു ക്വസ്റ്റിന് കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ബി ഇസ് ദ ഓൺലി സൺ ഓഫ് എ. ബി എന്ന് പറഞ്ഞാൽ എയുടെ ഒരേ ഒരു സണ്ണാണ്. കറക്റ്റ് ആണ്. സി ഇസ് ദ മദർ ഓഫ് ഡി. സി എന്താ? ഡിയുടെ മദർ ആണ്. അതും കറക്റ്റ് ആണ്. എ ഇസ് ദ മദർ ഓഫ് സി. എ ഇസ് ദ മദർ ഓഫ് സി. എ ഇസ് ദ മദർ ഓഫ് സി. അതുണ്ട് കേട്ടോ. എ ഇസ് ദ മദർ ഓഫ് സി. എ സിയുടെ മദർ ആണ്. എ ഫീമെയിൽ ആണ്. ഹൗ ദ റിലേഷൻ ബിറ്റ്വീൻ ബി ആൻഡ് ഡി. ബി ആരാണ്? ബി ആരാണ്? ബി ഡിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ആരാണ്? മെറ്റേണൽ അങ്കിൾ ആണ്, അമ്മയുടെ സഹോദരൻ അഥവാ മെറ്റേണൽ അങ്കിൾ ആണ്. ഓപ്ഷൻ ബി ആണെന്ത് ഈ ഒരു ക്വസ്റ്റിന് കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ചോദ്യം. X is the sister of Y. Y is the daughter of M. M is the mother of P. P is the brother of Y. T is the brother of X mother. How T related to M? X is the sister of Y. ഫസ്റ്റ് വായിക്കുക. X is the sister of Y. X എന്നത് Y യുടെ സിസ്റ്റർ ആണ്. X is the sister of Y. X is the sister of Y. Y is the daughter of M. Y എന്നത് M ന്റെ ഡോട്ടർ ആണ്. അപ്പോ എം വൈ ഫീമെയിൽ ആണ്. എം ഈസ് ദ മദർ ഓഫ് പി. എം പിയുടെ കൂടി മദർ ആണ്. അപ്പൊ ഇവർക്ക് വേറെ ഒരാൾ കൂടി ഉണ്ട്. എം പിയുടെ കൂടി മദർ ആണ്. മദർ ആയതുകൊണ്ട് ഫീമെയിൽ ആണ്. പി ഈസ് ദ ബ്രദർ ഓഫ് വൈ. പി ഈസ് ദ ബ്രദർ ഓഫ് വൈ. അതുകൊണ്ട് പി എന്ന മെയിൽ ആണ്. ഓക്കെ, പി ഈസ് ദ ബ്രദർ ഓഫ് വൈ. പി ഈസ് ദ ബ്രദർ ഓഫ് എക്സ് മദർ. എക്സിന്റെ മദറിന്റെ ബ്രദർ ആണ് ആര്? ടി. ഈസ് ദ ബ്രദർ ഓഫ് എക്സ് മദർ. അപ്പൊ ഇവരുടെ
അല്ലെ, ടി ഈസ് ദ ബ്രദർ ഓഫ് എക്സ് മദർ, ഇവരുടെ ബ്രദർ ആണ്, അപ്പൊ മെയിൽ ആണ്. ഓക്കെ. ഹൗ ടി റിലേറ്റഡ് ടു എം, ഏത് ആൻസർ? ബ്രദർ ആണ്. ടിയും എമ്മുമായി റിലേഷൻ, ടി ആരാണ്? ടി എമ്മുമായി കമ്പയർ ചെയ്യുമ്പോൾ ടി ആരാണ്? ടി ബ്രദർ ആണ്. ഓപ്ഷൻ എ ആണെന്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഫാമിലി ട്രീ നിങ്ങൾ അതേപോലെ അങ്ങ് വരക്കുക. എക്സ് ഈസ് ദ സിസ്റ്റർ ഓഫ് വൈ, എക്സ് വൈയുടെ സിസ്റ്റർ ആണ്, അത് വരക്കുക. വൈ ഈസ് ദ ഡോക്ടർ ഓഫ് എം, എമ്മിന്റെ ഡോക്ടർ ആണ് വൈ. ഓക്കെ. എം ഈസ് ദ മദർ ഓഫ് പി, എം പിയുടെ മദർ ആണ്. ക്ലിയർ? പി ഈസ് ദ ബ്രദർ ഓഫ് വൈ. ഫാമിലി ട്രീ വരക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കട്ടോ. ഞാൻ ഒന്നുകൂടി അത് വീണ്ടും ആവർത്തിക്കണോ? ഞാൻ എങ്ങനെ വരച്ചു എന്നുള്ളത് വേണമെങ്കിൽ ഒന്നുകൂടി ആവർത്തിക്കുക, ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. എക്സ് ഈസ് ദ സിസ്റ്റർ ഓഫ് വൈ, എക്സ് എന്നത് വൈയുടെ സിസ്റ്റർ ആണ്. എക്സ് ഈസ് ദ സിസ്റ്റർ ഓഫ് വൈ, എക്സ് ഈസ് ദ സിസ്റ്റർ ഓഫ് വൈ. അത് ഓക്കെ അല്ലേ? അത് ആദ്യം ഓക്കെ അല്ലേ? വൈ ഇസ് ദ ഡോട്ടർ ഓഫ് എം, വൈ എമ്മിന്റെ ഡോട്ടർ ആണ്. ഡോട്ടർ എന്ന് പറയുമ്പോൾ മകളാണ്, മകളായത് കൊണ്ട് ഇവിടെ ഫീമെയിൽ ആയി. എമ്മിന്റെ, നേരത്തെ സിസ്റ്റർ എന്ന് പറഞ്ഞപ്പോ ഫീമെയിൽ ആയി. പിന്നെ എം ഈസ് ദ മദർ ഓഫ് പി, എം പിയുടെ കൂടി മദർ ആണ്, അപ്പൊ എം മദർ ആയതുകൊണ്ട് എന്താണ് എം ഫീമെയിൽ ആയി. എം ഈസ് ദ മദർ ഓഫ് പി. ഓക്കെ. പി മെയിൽ ഫീമെയിൽ അറിയില്ല. പി ഈസ് ദ ബ്രദർ ഓഫ് വൈ, പി വൈയുടെ ബ്രദർ ആണ്. പി ഈസ് ദ ബ്രദർ ആണ്, അപ്പം എന്താ മെയിൽ ആണ്. പി ഈസ് ദ ബ്രദർ ഓഫ് വൈ, വൈ ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ. ടി ഈസ് ദ ബ്രദർ ഓഫ് എക്സ് മദർ, ടി എന്ന ആള് എക്സിന്റെ മദറിന്റെ ബ്രദർ. എക്സിന്റെ മദർ എന്ന് പറയുമ്പോൾ ഇയാളാണ്, ഇവരുടെ ബ്രദർ ആണ് ആര്? ടി എന്ന ആള്, ഇയാളുടെ ബ്രദർ ആണ് ടി എന്ന ആള്. ഓക്കെ. ഇത് അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇത് വളരെ ഓക്കെ. അപ്പോ ഹൗ ടി റിലേറ്റഡ് ടു എം, ഇത് ബ്രദർ ആയതുകൊണ്ട് മെയിലാണ്. ടിയും എം തമ്മിലുള്ള റിലേഷൻ, ടിയും എം തമ്മിലുള്ള റിലേഷൻ എന്താണ്? ബ്രദർ ആണ്. ഹൗ ടി റിലേറ്റഡ് ടു എം, എമ്മുമായി കമ്പയർ ചെയ്യുമ്പോൾ ടി ആരാ? ബ്രദർ ആണ്. ഓപ്ഷൻ എ ആണ്. ഇവിടെ ഓപ്ഷൻ കൊടുത്തത് ശരിയാണ്. ക്ലിയർ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം നോക്കൂ. 10ാമത് ചോദ്യം. 10ാമത് ചോദ്യം എന്താണ്? നമ്മുടെ ഡയറക്ഷൻ സെൻസ് ചോദ്യമാണ്. ഡയറക്ഷൻ സെൻസ് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് മാർക്ക് ചെയ്യാൻ പഠിച്ചാൽ മാത്രം മതി. അഥവാ ലെഫ്റ്റിലോട്ട് പോവുകയാണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ്, അല്ലെ റൈറ്റ് ആണെങ്കിൽ ക്ലോക്ക് വൈസ്, ആ രീതിയിലൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറയുന്ന കാര്യമാണ്, ശ്രദ്ധിക്കുക. ഓക്കെ. ആദ്യം എന്താണ്? സുന്ദർ വാക്ക് 4 കിലോമീറ്റർ ടുവേർഡ്സ് ഈസ്റ്റ്. സുന്ദർ ഈസ്റ്റിലോട്ട് 4 കിലോമീറ്റർ പോയി. അപ്പൊ ആദ്യം ഈസ്റ്റും വെസ്റ്റ് ഒക്കെ നമുക്ക് അറിയാലോ. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, അല്ലെ? സുന്ദർ ഈസ്റ്റിലോട്ട് 4 കിലോമീറ്റർ പോയി. അപ്പൊ സുന്ദർ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കുക. ഈസ്റ്റിലോട്ട് 4 കിലോമീറ്റർ പോയി. ഓക്കെ. പിന്നെ ദെൻ ടേൺ റൈറ്റ്, റൈറ്റ് ടേൺ എടുത്തു. റൈറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, റൈറ്റ് ടേൺ ആണെങ്കിൽ ക്ലോക്ക് വൈസ്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു ക്ലോക്കിന്റെ സൂചി സങ്കല്പിക്കുക. ഇതിങ്ങോട്ട് ക്ലോക്ക് വൈസ് എടുക്കുന്ന പറയുമ്പോൾ ഈ ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ടേൺ ആണ്, അല്ലെ? ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ക്ലോക്കിന്റെ സൂചി താഴോട്ടല്ലേ എന്താ തിരിയാ. ദെൻ ടേൺ റൈറ്റ് ആൻഡ് വാക്ക് 3 കിലോമീറ്റർ. റൈറ്റ് ടേൺ എടുത്തിട്ടൊരു താഴോട്ട് പോയി. ഇത് ഞാൻ ഈ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്ന ആൾക്കാർക്ക് വേണ്ടി പറയാട്ടോ. അങ്ങനെ റൈറ്റ് ടേൺ എടുത്തിട്ട് എന്ത് പോയി? ഒരു 3 കിലോമീറ്റർ പോയി. ക്ലിയർ അല്ലേ? അഗൈൻ ഈ ടേൺ റൈറ്റ്, വീണ്ടും റൈറ്റ് ടേൺ എടുത്തു. അപ്പൊ ഇങ്ങനെയാണ് ക്ലോക്കിന്റെ സൂചി. വീണ്ടും റൈറ്റ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് എങ്ങോട്ടാ തിരിയാ? ഇങ്ങോട്ട്. ആൻഡ് എന്നിട്ട് അഗൈൻ വീണ്ടും ഒരു ക്ലോക്ക് വൈസ് ടേൺ എടുത്തിട്ട് കണ്ടിന്യൂസ് വാക്കിംഗ്, ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ വാക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു എന്ന് പറയുമ്പോൾ ചോദ്യം എന്താ? വിച്ച് ഡയറക്ഷൻ ഈസ് ഗോയിങ് നോ? ഇപ്പൊ ഇയാൾ ഏത് ഡയറക്ഷനിലോട്ടാ പോകുന്നത്? ഏത് ഡയറക്ഷനിലോട്ടാ പോകുന്നത്? ക്ലിയർ? ഓക്കെ. ഇപ്പൊ ഇയാൾ ഏത് ഡയറക്ഷനിലോട്ടാ? വെസ്റ്റ് ഡയറക്ഷനിലോട്ടല്ലേ? അത് ജസ്റ്റ് മിസ്റ്റേക്ക് വന്നോ? അത് ഞാൻ ഓപ്ഷൻ കൊടുത്ത് മിസ്റ്റേക്ക് വന്നു. ഒറ്റ മിനിറ്റ് നോക്കട്ടെ. യെസ്, ടുവേർഡ് ദി വെസ്റ്റ് ആട്ടോ. അത് ഞാൻ ഓപ്ഷൻ കൊടുത്ത് ഞാൻ ചിലത് മാറിയിട്ടുണ്ട്. അത് എക്സാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്. വെരി സോറി. അത് ഞാൻ ജസ്റ്റ് ഏതോ ഒരു സോഴ്സ് എന്താ പറയാ, ഇൻ കേസ് ഞാൻ കൊടുത്തപ്പോൾ മാറിപ്പോയതായിരിക്കും. ആ എക്സാം ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിൽ അത് ഞാൻ കൊടുത്തപ്പോൾ മാറിപ്പോയതായിരിക്കും. ഇവിടെ ആൻസർ എന്താണ്?
ഇപ്പൊ ഇത് വെസ്റ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓപ്ഷൻ ബി, വെസ്റ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നോർത്ത് കൊടുത്തു എന്ന ചെറിയ സംശയം എനിക്കുണ്ട് ഈ ഒരു ക്വസ്റ്റ്യനില്. ഓക്കെ, അതെ അതെ, ഞാൻ നോർത്ത് കറക്റ്റ് ആൻസർ നോർത്താക്കി കൊടുത്തിട്ടുണ്ട്. വെരി സോറി, അത് വെസ്റ്റ് ആണ് കേട്ടോ. ക്ലിയർ, ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ ഇത് ഇപ്പൊ വെസ്റ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെസ്റ്റ് തന്നെയാണ്, യാതൊരു സംശയത്തിലില്ല. വെസ്റ്റിലോട്ടാണ് ഇപ്പൊ അയാള് പോയിക്കൊണ്ടിരിക്കുന്നത്, വെസ്റ്റിലോട്ട്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ് നോക്കൂ, 11ാം ചോദ്യം. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അഖിൽ വാക്ക് ഫോർ എ ഡിസ്റ്റൻസ് ഓഫ് 2 കിലോമീറ്റർ ടുവേർഡ്സ് ഈസ്റ്റ് ആൻഡ് ദെൻ ടേൺ ലെഫ്റ്റ് ആൻഡ് വാക്ക് 2 കിലോമീറ്റർ ഇൻ വിച്ച് ഡയറക്ഷൻ ഫ്രം ഹിസ് ഈസ്റ്റ് ഫ്രം ഇനീഷ്യൽ പൊസിഷൻ. അഖിൽ ആദ്യം 2 കിലോമീറ്റർ ഈസ്റ്റിലോട്ട് പോയി. അപ്പൊ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതാ? അപ്പൊ അഖിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കുക. ഈസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് നോർത്ത് ആണ്, ഇത് ഈസ്റ്റ് ആണ്, ഇത് സൗത്ത് ആണ്, ഇത് വെസ്റ്റ് ആണ്. അപ്പൊ ഈസ്റ്റിലോട്ട് ഒരു 2 കിലോമീറ്റർ പോയി. ദെൻ ടേൺ ലെഫ്റ്റ് ടേൺ എടുത്തു. ലെഫ്റ്റ് ടേൺ എന്ന് പറയുമ്പോൾ എന്താ? ആന്റി ക്ലോക്ക് വൈസ്. അപ്പൊ ഇങ്ങനെയാണ് ക്ലോക്കിന്റെ സൂചി. അവിടുന്ന് ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടാ വരിക? മുകളിലോട്ടാ വരിക അല്ലെ? ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ മുകളിലോട്ടാണ് വരിക. ക്ലിയർ? താഴോട്ടല്ല, ലെഫ്റ്റ് ടേൺ അല്ലേ? അപ്പൊ ഒരു മുകളിലോട്ട് ഒരു ടേൺ എടുത്തിട്ട് ഒരു 2 കിലോമീറ്റർ വീണ്ടും പോയി. ഓക്കെ, ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫ്രം ഹിസ് ഇനീഷ്യൽ പൊസിഷൻ? ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് അയാൾ ഏത് ഡയറക്ഷനിലാണ്? ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് അയാൾ ഏത് ഡയറക്ഷനിലാണ്? ഏത് ഡയറക്ഷനാ? നോർത്ത് ഈസ്റ്റ് അല്ലെ? നോർത്ത് ഈസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. അത് ഞാൻ ഓപ്ഷൻ മാറിയിട്ടുണ്ട്, നോക്കട്ടെ. ഇല്ല, അത് മാറിയിട്ടില്ല. നോർത്ത് ഈസ്റ്റ് ആണ് കറക്റ്റ് ആൻസർ. ഞാനിത് കറക്റ്റ് ചെയ്യാൻ നോക്കട്ടെ. ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ എക്സാം നിങ്ങൾ എഴുതുന്നതിന് മുമ്പാണ് ഞാൻ ഇത് റെക്കോർഡ് ചെയ്ത്, എഴുതിയ ശേഷം റെക്കോർഡ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല. ഏതിനു മുമ്പാണ് റെക്കോർഡ് ചെയ്തതെങ്കിൽ ഞാനത് നമ്മൾ ടൈപ്പ് ചെയ്തിടുമ്പോൾ അത് ഒരു പ്രോസസ്സാണ്. ഈ എക്സാം ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. അത് ഞാനത് കറക്റ്റ് ഇൻകറക്റ്റ് കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതായിരിക്കാം. ഓക്കെ, അതല്ല ഞാൻ ഞാനത് ഓപ്ഷൻ കൊടുത്തപ്പോൾ മാറിപ്പോയതാണ്. ക്ലിയർ അല്ല? അപ്പൊ നിങ്ങളത് മനസ്സിലാക്കാൻ. നോർത്ത് ഈസ്റ്റ് ചിലപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ എക്സാമിൽ കാണാൻ പറ്റുക. ഇൻ കേസ് എക്സാമിൽ തെറ്റായി കൊടുത്താൽ നിങ്ങൾ അത് മനസ്സിലാക്കുക. ഞാൻ ഇപ്പൊ പറയുന്നതാണ് ശരി. ഇവിടെ എന്താണ് ആൻസർ? നോർത്ത് ഈസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ എക്സാമിൽ നോർത്ത് ഈസ്റ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ 2 ക്വസ്റ്റ്യൻ ഇപ്പൊ അങ്ങനെ കണ്ടു കേട്ടോ. വെരി വെരി സോറി. ഓക്കെ, വെരി സോറി. അടുത്ത ചോദ്യം നോക്കൂ, അവസാനത്തെ ചോദ്യം, 12ാമത്തെ ചോദ്യം. ഓക്കെ, നിത്താര വാക്ക് 1 കിലോമീറ്റർ ടുവേർഡ് ദി വെസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം വെസ്റ്റ് എങ്ങോട്ടാണെന്ന്. എങ്ങോട്ടാ? നമ്മൾ നേരത്തെ കണ്ടു, ഇങ്ങോട്ടാ വെസ്റ്റ് അല്ലെ? ഈ ഭാഗത്തോട്ടാണ് വെസ്റ്റ്. അപ്പൊ 1 കിലോമീറ്റർ വെസ്റ്റിലോട്ട് പോയി. 1 കിലോമീറ്റർ. ടേൺ ലെഫ്റ്റ് ടേൺ എടുത്തു. അപ്പൊ ലെഫ്റ്റ് ടേൺ എന്ന് പറയുമ്പോൾ അങ്ങോട്ടാ? മുകളിലോട്ടാ താഴോട്ടാ? ലെഫ്റ്റ് എന്ന് പറയുമ്പോ ഇവിടെ 1 കിലോമീറ്റർ നമുക്ക് 1000 മീറ്റർ ആക്കി എടുക്കട്ടോ. കാരണം ബാക്കി അവിടെ മീറ്ററിന്റെ കണക്കൊക്കെ വരുന്നുണ്ട്. ഓക്കെ, 1000. 1 കിലോമീറ്റർ എന്നുള്ളത് എന്താക്കി എടുക്കാം? 1000 മീറ്റർ ആക്കി. നമുക്ക് കുറച്ചുകൂടെ വലുതാക്കി വരക്കാം. നിത്താര വാക്ക് 1 കിലോമീറ്റർ ടുവേർഡ് ദി വെസ്റ്റ്. വെസ്റ്റിലോട്ടൊരു 1 കിലോമീറ്റർ നടന്നു. ഓക്കെ, എന്ന് പറയുമ്പോൾ 1000 മീറ്റർ. 1000 മീറ്റർ. ഓക്കെ, ടേൺ ലെഫ്റ്റ് ടേൺ എടുത്തു. ലെഫ്റ്റ് ടേൺ എന്ന് പറയുമ്പോൾ എന്താ? ലെഫ്റ്റ് ടേൺ എന്ന് പറയുമ്പോ ക്ലോക്ക് വൈസ്, സോറി ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു ക്ലോക്കിന്റെ സൂചി ആന്റി ക്ലോക്ക് വൈസ് നമ്മൾ താഴോട്ടാണ്. അപ്പൊ ലെഫ്റ്റ് ടേൺ എടുത്തിട്ട് എന്ത് ചെയ്തു? ലെഫ്റ്റ് ടേൺ എടുത്തിട്ട് ഒരു കിലോമീറ്റർ കൂടി എന്താ പറയാ സഞ്ചരിച്ചു. എന്ന് പറയുമ്പോൾ 1000 മീറ്റർ ആട്ടോ. ഇവിടെ 1000 ഉണ്ട്. 1000 മീറ്റർ വീണ്ടും സഞ്ചരിച്ചു കേട്ടോ. 1000 മീറ്റർ വീണ്ടും സഞ്ചരിച്ചു. ഓക്കെ, ഓക്കെ, അഗെയിൻ ടേൺ ലെഫ്റ്റ്. വീണ്ടും ലെഫ്റ്റ് ടേൺ എടുത്തു. അപ്പൊ ഇങ്ങനെയാണ് ക്ലോക്കിന്റെ സൂചി. ആന്റി ക്ലോക്ക് വൈസ് പറയുമ്പോൾ ഇങ്ങോട്ടാണ്. അതിന് വീണ്ടും ലെഫ്റ്റ് ടേൺ എടുത്തിട്ട് എന്ത് ചെയ്തു? ഒരു 450 മീറ്റർ. അപ്പൊ ഇനി 1000 മീറ്റർ ഇല്ല, ഇനി ഒരു 450 മീറ്റർ മാത്രമേ ഉള്ളൂ. 450 മീറ്റർ പിന്നെ സഞ്ചരിച്ചു. ഓക്കെ, ഹൗ ഫാർ ഈസ് നിത്താര ഫ്രം ഹിസ് ഒറിജിനൽ പൊസിഷൻ? ഒറിജിനൽ പൊസിഷനിൽ നിന്ന് നിത്താര എത്ര അകലെയാണ് എന്നാണ് ചോദ്യം. ഞാൻ എവിടെയെങ്കിലും മിസ് അടിച്ചോ? ഇല്ല, അതിന് 3 കാര്യങ്ങൾ മിസ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഫുൾ ആയിട്ടില്ല, ഒന്നുകൂടി എഴുതണം. ഓക്കെ, ആദ്യം നിത്താര വാക്ക് 1 കിലോമീറ്റർ ടുവേർഡ് ദി വെസ്റ്റ്. അപ്പൊ ഇവിടുന്ന് നിത്താര സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ 1 കിലോമീറ്റർ വെസ്റ്റിലോട്ട് പോയി എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് 1000 മീറ്റർ. ഓക്കെ, ടേൺ ലെഫ്റ്റ് ടേൺ എന്ന് പറയുമ്പോൾ താഴോട്ട് പോയിട്ട് വീണ്ടും ഒരു 1000 മീറ്റർ. 1 കിലോമീറ്റർ വീണ്ടും പോയി 1000 മീറ്റർ. ഓക്കെ, കഴിഞ്ഞില്ല. ഒരു 1 കിലോമീറ്റർ ഇവിടെ 3 1 കിലോമീറ്റർ ഉണ്ട്. വീണ്ടും ഒരു 1 കിലോമീറ്റർ ലെഫ്റ്റിലോട്ട് തന്നെ വീണ്ടും പോകുന്നത്. അപ്പൊ വീണ്ടും ഒരു 1000 മീറ്റർ സഞ്ചരിച്ചു. ലെഫ്റ്റിലോട്ടാണ് 1000 മീറ്റർ. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ ആലോചിച്ചാൽ മതി? ആന്റി ക്ലോക്ക് വൈസ് 1000 മീറ്റർ. ഓക്കെ,
1000 മീറ്റർ വീണ്ടും ലെഫ്റ്റിലോട്ട് സഞ്ചരിച്ചു. ക്ലിയർ അല്ലേ? ഒന്ന് ക്ലിയർ ആക്കാം. ഇവിടെ എത്തും, അവസ്ഥ ഇവിടെ എത്തും. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. ഇനിയാണ് നമ്മുടെ ഫൈനൽ കാര്യം. എന്താണ് 1000 മീറ്റർ? ഓക്കെ, അഗെയിൻ ടേൺ ലെഫ്റ്റ്, വീണ്ടും ലെഫ്റ്റ് ടേൺ എടുത്തിട്ട് മുകളിലോട്ടാവും. അപ്പോ വീണ്ടും ഒരു ലെഫ്റ്റ് ടേൺ എടുത്തിട്ട് എത്രയാ? ഒരു 450 മീറ്റർ. അത്ര മീറ്റർ മാത്രമേ ഉള്ളൂ, 450 മീറ്റർ. ഓക്കെ, ക്ലിയർ. അപ്പോ ഹൗ ഫാർ ഈസ് നിത്താര ഫ്രം ഇസ് ഒറിജിനൽ പൊസിഷൻ? ഒറിജിനൽ പൊസിഷനിൽ നിന്ന് നിത്താര എത്ര അകലെയാണ്? ഈ ഒരു ഡിസ്റ്റൻസ് കാണേണ്ടത് അല്ലെ? വളരെ സിമ്പിൾ ആണ്. ഇത് ടോട്ടൽ 1000 ആണ്. ഇവിടുന്ന് ഇതുവരെ 450 ആണ് അല്ലെ? ഇവിടുന്ന് ഇതുവരെ 450 ആണ്, ടോട്ടൽ 1000 ആണ്. അപ്പൊ 1000 മൈനസ് 450 വരും 550 വരും. ഓക്കെ, 550 മീറ്റർ. 1000 മൈനസ് 450 550 മീറ്റർ വരും. ക്ലിയർ അല്ലേ? 1000 മൈനസ് 450 550 ആണ്. ഇത് ടോട്ടൽ 1000 ആണ്. ഇവിടുന്ന് ഇതുവരെ 450 ആണ്. അപ്പൊ 1000 മൈനസ് 450 വരും 550 മീറ്റർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓപ്ഷൻ സി ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാൻ പോകുന്നത്. 550 മീറ്റർ ആണെന്ത് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? യെസ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. 12ാം ദിവസവുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോ നമ്മുടെ മാത്സ് ആൻഡ് മെന്റൽ അബിലിറ്റിയിലെ 12 ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അതിൽ നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാ ക്വസ്റ്റ്യൻസുള്ള ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് ചെയ്യാം. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓൾറെഡി എല്ലാവരും ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മൾ എടുത്തിരിക്കുക, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന 3 ടോപ്പിക്സ് ആണ് വെർബ്, സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ആൻഡ് പ്രിപ്പോസിഷൻ. ഈ 3 ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. ടോട്ടൽ നമുക്ക് 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. നമുക്ക് ക്വിക്ക് ആയിട്ട് ഒരു question answer session നോക്കാം. Okay, so first question, she dashed the store yesterday. She dashed the store yesterday. Go, goose, went, gone. നമുക്കിവിടെ ഒരു നല്ല ക്ലൂ തന്നിട്ടുണ്ട്. That is yesterday. Okay, yesterday എന്നൊരു ക്ലൂ നമുക്ക് തന്നിട്ടുണ്ട്. yesterday എന്ന് പറയുമ്പോൾ ഏത് ടെൻസ് ആണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. yesterday എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. യെസ്റ്റർഡേ വരും. അതായത് നമ്മൾ ടെൻസിൽ ഒരു റൂള് പഠിച്ചിട്ടുണ്ട്. ഈ യെസ്റ്റർഡേ, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക് എന്നൊക്കെ പറഞ്ഞ് കീവേഡ്സ് തരികയാണെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ സിമ്പിൾ പാസ്റ്റേ യൂസ് ചെയ്യാവുള്ളൂ. ദാറ്റ് ഈസ് സബ്ജക്ട് പ്ലസ് V2 ഫോം. സബ്ജക്റ്റിന്റെ കൂടെ V2 ഫോം. അപ്പോ ഗോ എന്ന് പറയുന്നത് ഏതാണ്? V1 ഫോം ആണ്. പിന്നെയോ V2 എന്ന് പറയുന്നത് went ആണ്. സോ ഷീ went to the store yesterday എന്ന് വേണം പറയാം. ഓക്കെ, യെസ്. അടുത്തത്, each of the students dash a textbook. has, have, is, are. ഇവിടെ നമ്മൾ നോക്കേണ്ടത് സബ്ജക്ട് വെർബ് എഗ്രിമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അതായത് each of the students dash a textbook. ഓരോ സ്റ്റുഡൻസിനും ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചു ഈച്ച്, എവ്രി, ഐദർ, നൈദർ അല്ലെങ്കിൽ എനിവൺ, സംവൺ. ഇതൊക്കെ പറയുന്നത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണ്. ഇതൊക്കെ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണ്. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണ്. അപ്പൊ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിന്റെ കൂടെ എപ്പോഴും സിംഗുലർ വേർബ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എവിടെ വന്നാലും നമ്മൾ സിംഗുലർ വേർബ് വേണം യൂസ് ചെയ്യാനായിട്ട്. നമ്മൾ സബ്ജക്ട് വെർബ് എഗ്രിമെന്റിൽ പഠിക്കുന്ന ഒരു റൂളാണ്. ഇവിടെ എങ്ങനെ വരും? ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ്. ഇവിടെ സിംഗുലർ ആയിട്ട് 2 ഓപ്ഷനേ ഉള്ളൂ. നമുക്ക് ആദ്യം തന്നെ ഹാവും മാറ്റാം, ആറും മാറ്റാം. രണ്ടും പ്ലൂറൽ ആണ്. സിംഗുലർ ആയിട്ട് ഹാസും ഈസും. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഈസ് എ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയും? ഇല്ല. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് എ ടെക്സ്റ്റ് ബുക്ക് എന്ന് വേണം കൊടുക്കാൻ. സോ ഹാസ് ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഇതുപോലെ നമുക്ക് ആ ആൻസർ വരില്ല. ഇവിടെ നമുക്ക് കണ്ടു, നമുക്ക് മനസ്സിലായി ഇൻഡെഫിനിറ്റ് പ്രോനൗണിന്റെ കൂടെ പ്ലൂറൽ ഓപ്ഷൻ വരില്ല. അപ്പൊ പ്ലൂറൽ ആയിട്ടുള്ളതൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. അതുപോലെ വരില്ലെന്ന് ഷുവർ ആയിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ കാണുവാണെങ്കിൽ അതിനെ ആദ്യം തന്നെ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് വിടാം. ഇനി നമുക്ക് പ്രിപ്പോസിഷൻ ബേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഹി ഈസ് അലർജിക് ഡാഷ് കാറ്റ്സ്. യെസ്, എന്തായിരിക്കും? ഹി ഈസ് അലർജിക് ഡാഷ് കാറ്റ്സ്. നമുക്ക് ഈ കാറ്റിനോടൊക്കെ ഉള്ള ഒരു അലർജി, അതിനോട് അലർജി ആണെന്നാണ് പറയുന്നത്. സോ ഹി ഈസ് അലർജിക് ടു കാറ്റ്സ് എന്ന് വേണം പറയാൻ. ഓക്കെ, ടു കാറ്റ്സ്. Then fourth question,
Right now, the children dash in the park. Play in the park. Plays, are playing, played. ഇവിടെ children എന്ന് പറഞ്ഞുകൊണ്ട് പ്ലൂറൽ വേർബ് ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ചിൽഡ്രൻ പ്ലൂറൽ ആണല്ലോ. പക്ഷെ നമുക്ക് ഇവിടെ പ്ലേ എന്ന വേർബ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? റൈറ്റ് നൗ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ, ഇപ്പോൾ എന്ന് പറയുന്നുണ്ട്. സോ ഇപ്പോ സ്പീക്കർ പറയുന്ന സമയത്ത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആക്ഷൻ ആയിരിക്കണം. അപ്പൊ എങ്ങനെ വരും? സ്പീക്കർ പറയുമ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് കാണിക്കാനായിട്ട് ആർ പ്ലേയിങ് ഉപയോഗിക്കണം. സോ റൈറ്റ് നൗ ദ ചിൽഡ്രൻ ആർ പ്ലേയിങ്. ഇവിടെ ഈ റൈറ്റ് നൗ ഞാൻ പറഞ്ഞു തരാം. ആർ പ്ലേയിങ്. ഓക്കെ, ഇവിടെ ഈ റൈറ്റ് നൗ എന്ന് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ദ ചിൽഡ്രൻ പ്ലേ ഇൻ ദ പാർക്ക് എന്ന് എഴുതായിരുന്നു. പക്ഷെ ഇവിടെ റൈറ്റ് നൗ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്പീക്കർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആർ പ്ലേയിങ് എന്ന് കൊടുക്കണം. 4 ലെസൺസ് ക്ലിയർ അല്ലേ? യെസ്. The committee decided on the proposal. ഇവിടെ കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ്. കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് നൗൺ ആണ്. നമ്മൾ പഠിച്ചു കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്റ്റീവ് നൗൺ. ഓക്കെ, കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് നൗൺ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ്. എന്തെങ്കിലും ഇപ്പൊ ആളുകളുടെ ഗ്രൂപ്പ്, എന്തെങ്കിലും ഒബ്ജക്ട്സിന്റെ ഗ്രൂപ്പ്, അതുമല്ലെങ്കിൽ ആനിമൽസിന്റെ ഗ്രൂപ്പ്, അതായത് 2ൽ കൂടുതൽ ഉള്ളതെല്ലാം കളക്റ്റീവ് നൗൺ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, മോർ ദാൻ 2 എന്ന് പറയുന്നത് കളക്റ്റീവ് നൗൺ ആണ്. അപ്പോൾ ഈ കളക്റ്റീവ് നൗൺസ് എല്ലാം സിംഗുലർ ആണെന്നോ അല്ലെങ്കിൽ എല്ലാം പ്ലൂറൽ ആണെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഈ സെന്റൻസിൽ ഇപ്പൊ സിംഗുലർ ആണെങ്കിൽ ഈ സെയിം കളക്റ്റീവ് നൗണ് മറ്റൊരു സെന്റൻസിൽ പ്ലൂറൽ ആയിട്ട് ആക്ട് ചെയ്യാം. ആ സെന്റൻസിൽ അതിനെ എങ്ങനെയാണ് എടുക്കുന്നത്? ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു സിംഗിൾ ആയിട്ട് ഒരു എൻറ്റിറ്റി ആയിട്ടായിരിക്കും എടുക്കുക. അങ്ങനെയാണെങ്കിൽ അത് സിംഗുലർ ആയിരിക്കും. അല്ലെങ്കിൽ അതിനകത്ത് ഓരോ മെമ്പേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെ പ്ലൂറൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ആ സെന്റൻസിൽ എങ്ങനെയാണോ എടുക്കുന്നത് അങ്ങനെ വേണം നമ്മൾ അതിനെ സിംഗുലർ എന്നോ പ്ലൂറൽ എന്നോ എടുക്കാൻ. അല്ലാതെ നമുക്ക് എല്ലാ കളക്റ്റീവ് നൗൺസും സിംഗുലർ എല്ലാം പ്ലൂറൽ എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ നമുക്ക് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കാം. ദ കമ്മിറ്റി ഡിസൈഡ് ഓൺ ദ പ്രപ്പോസൽ. കമ്മിറ്റി എന്ന് പറയുന്നത് ഇവിടെ സിംഗിൾ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്താണ് കമ്മിറ്റി? പ്രപ്പോസൽ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്രപ്പോസലിൽ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ ഇവിടെ എന്ത് വരും? സിംഗുലർ വേർബ് വരും. ദ കമ്മിറ്റി has decided on the proposal. Have വേറും വരില്ല, was വരില്ല. Was decided on the proposal, has decided on the proposal എന്നേ വരുള്ളൂ. പാസ്റ്റ്. ഓക്കെ, അപ്പോ ഇവിടെ കമ്മിറ്റി സിംഗുലർ ആണ് എന്ന് വെച്ച് കമ്മിറ്റി നിങ്ങൾ എവിടെ കണ്ടാലും ഒരു സിംഗുലർ ആണെന്നില്ല. ആ സെന്റൻസിൽ എങ്ങനെയാണോ അതുപോലെ നമ്മൾ എടുക്കുക. 6th one, she apologized dash being late. She apologized dash being late. എന്ത് വരും? She apologized on being late. Late ആയതിൽ apologize ചെയ്തു. അപ്പൊ എന്ത് വരും? on ആണോ, at ആണോ, about ആണോ, for ആണോ? She apologized for being late. She apologized about being late. She apologized at being late. ഏത് വരും? She apologized for being late. Late ആയതിൽ apologize ചെയ്യുന്നു എന്ന മീനിങ് ആണ് നമുക്ക് വേണ്ടത്. So for being late. അതായത് she apologized. Why she apologized? For being late. Okay. Okay. Yes. അടുത്തത് 7th one. നമുക്ക് നോക്കാം 7ാമത്തെ ആൻസർ. You dash see a doctor if the pain persists. You dash see a doctor if the pain persists. ഇവിടെ എന്ത് വരും? യു ഹാസ് ടു സീ ആണോ, യു ഷുഡ് ആണോ, യു ഓട്ട് ആണോ, യു മസ്റ്റ് ആണോ? എന്ത് കൊടുക്കും? യു ഷുഡ് സീ എ ഡോക്ടർ. യു ഷുഡ് സീ എ ഡോക്ടർ. യു ഷുഡ് സീ എ ഡോക്ടർ if the pain persists. Okay, then 8th one, neither the teacher nor the students dash present. Neither the teacher nor the students dash present. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് കണക്ടർ neither nor ആണ്. സബ്ജക്ട് വെർബ് എഗ്രിമെന്റിൽ നമ്മൾ പഠിക്കുന്ന ഒരു റൂൾ ആണ് neither nor
either or, not only but also, or, nor. നൈദറും നോറും തന്നെ വന്ന നൈദറും ഐദറും തന്നെ വന്നാൽ ഇതല്ല റൂൾ കേട്ടോ. അപ്പൊ നമ്മൾ സബ്ജക്ട് വെർബ് എഗ്രിമെന്റിൽ പഠിക്കുന്നതാണ്. ഈ കണക്ടേഴ്സ് വെച്ചിട്ട് നൈദർ നോർ, ഐദർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, ഓർ, നോർ, ഈ കണക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് ചില സെന്റൻസുകൾ കണക്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? യെസ്, അങ്ങനത്തെ ചില കണക്ടേഴ്സ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ചില കണക്ടേഴ്സ് വരുമ്പോൾ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുക? രണ്ടാമത്തെ സബ്ജക്റ്റിനെ നോക്കി വേണം വേർബ് ഡിസൈഡ് ചെയ്യാൻ. ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന സബ്ജക്റ്റ് ടീച്ചർ, രണ്ടാമത്തെ സ്റ്റുഡൻസ്. ടീച്ചർ സിംഗുലർ, സ്റ്റുഡൻസ് പ്ലൂറൽ. അപ്പൊ പ്ലൂറൽ വേർബ് വേണം ഇവിടെ കൊടുക്കാൻ. നമുക്ക് ഇവിടെയും ഫിക്സ്ഡ് ആയിട്ട് പറയാൻ പറ്റില്ല നൈദർ വന്നാൽ സിംഗുലർ അല്ലെങ്കിൽ പ്ലൂറൽ എന്ന് പറയാൻ പറ്റില്ല. നൈദർ അല്ല, നൈദർ നോർ, ഐദർ ഓർ ഇങ്ങനത്തെ പേര് വന്നാൽ സിംഗുലർ പ്ലൂറൽ നമുക്ക് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് നൈദർ മാത്രമായിരുന്നെങ്കിൽ അവിടെ സിംഗുലർ നമുക്ക് കൊടുക്കായിരുന്നു. ഇവിടെ പേരായിട്ട് വന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. സോ ഇവിടെ പ്ലൂറൽ ആണ്. രണ്ടാമത് കൊടുത്തിരിക്കുന്ന സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഇവിടെ വേർബ് സിംഗുലർ ആയിട്ട് വരും. രണ്ടാമത് കൊടുത്തിരിക്കുന്ന സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വേർബ് പ്ലൂറൽ ആയിട്ട് വരും. അപ്പൊ എങ്ങനെ വരും? നൈദർ ദ ടീച്ചർ നോർ ദ സ്റ്റുഡൻസ്. എങ്ങനെ വരും? പ്ലൂറൽ ആയിട്ടുള്ളത് വേർ മാത്രം, വേർ പ്രസന്റ്. ഓക്കെ അല്ലേ? Then 9th lesson. The meeting starts dash 9 a.m. on 9 a.m. in 9 a.m. by 9 a.m. at 9 a.m. ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടൊരു ടൈം പോയിന്റ് പറയുക, ഒരു ഫിക്സഡ് ടൈം പറയുവാണ്. ഇവിടെ കറക്റ്റ് ആയിട്ട് ഒരു ഫിക്സഡ് ടൈം ആണ് പറയുന്നത്. എത്ര മണിക്ക് എന്ന് പറയുന്നു. നമ്മൾ പറയണം 6 o'clock, at 6 o'clock എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ at 5 p.m. എന്നൊക്കെ പറയും. അങ്ങനെ ഒരു ഫിക്സഡ് ടൈം പറയുവാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട പ്രൊപ്പോസിഷൻ ഇന്നോ ഓണോ അല്ല, ദെൻ at ആണ്. The meeting starts at 9 a.m. എന്ന് വേണം പറയാനായിട്ട്. അവിടെ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടൈം പറയുവാണ്. ഓക്കെ, then please look dash the word in the dictionary. എന്ത് വരും? 10th question. Yes. നമുക്ക് ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ 4 ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഈ 4ഉം എന്താണ്? ഫ്രേസൽ വെർബ്സ് ആണ്. ലുക്ക് എന്ന ഒരു വെർബിന്റെ കൂടെ പല പല പ്രിപ്പോസിഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതിന് പല മീനിങ് ആണ് വരുന്നത്. ഓക്കെ, സോ ഇത് എല്ലാം ഒരേ മീനിങ് അല്ല വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ മീനിങ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് നോക്കാം. ലുക്കപ്പ്. ലുക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നമ്മൾ സെർച്ച് ചെയ്യുന്നു. പർട്ടിക്കുലർലി നമ്മളിപ്പോൾ ഒരു ഡിക്ഷണറി അല്ലെങ്കിൽ ഓൺലൈനിൽ ഞാൻ നോക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും റെഫറൻസ് നോക്കി എന്നൊക്കെ പറയുന്നു. അതിന് നമുക്ക് ലുക്കപ്പ് എന്ന് പറയാൻ പറ്റും. ടു സെർച്ച് ഫോർ ആൻ ഇൻഫർമേഷൻ. ഇവിടെ എഴുതാവേ, ലുക്ക് അപ്പ്, സെർച്ച് ഫോർ ഇൻഫർമേഷൻ ഇൻ എ ബുക്ക് ഓർ എ ഡിക്ഷണറി. ഇൻ എ ബുക്ക് അല്ലെങ്കിൽ ഡിക്ഷണറി, അതിനൊക്കെ നമ്മൾ പറയും. ഇനി ലുക്ക് ഇൻ ടു എന്ന് പറഞ്ഞാൽ എന്താണ്? ലുക്ക് ഇൻ ടു കേസിലേക്ക് നോക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എക്സാമിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു, അതിനാണ് ലുക്ക് ഇൻ ടു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റിസർച്ച്, അതിനൊക്കെ നമുക്ക് ലുക്ക് ഇൻ ടു എന്ന് പറയാം. ഇനി ലുക്ക് ആഫ്റ്റർ. വാട്ട് യു മീൻ ബൈ ലുക്ക് ആഫ്റ്റർ? ലുക്ക് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു കാര്യത്തിൽ, ഇപ്പൊ നമ്മള് വയ്യാത്ത ഒരാളെ ശുശ്രൂഷിക്കുന്നു, അവരെ ടേക്ക് കെയർ ചെയ്യുന്നു, അതിനൊക്കെ നമുക്ക് ലുക്ക് ആഫ്റ്റർ എന്ന് പറയാം. ഓക്കെ, ലുക്ക് ആഫ്റ്റർ, ടേക്ക് കെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ റെസ്പോൺസിബിൾ ആയിട്ട് നിൽക്കുന്നതിന് നമുക്ക് ലുക്ക് ആഫ്റ്റർ എന്ന് പറയാം. ആൻഡ് ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ ലുക്ക് ഫോർ? ലുക്ക് ഫോർ അതായത് എന്തെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് നോക്കുന്നു. ഈ ലുക്ക് അപ്പ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഡിക്ഷണറി അല്ലെങ്കിൽ ഓൺലൈൻ എന്തെങ്കിലും ഇൻഫർമേഷന് വേണ്ടി നോക്കുന്നു. ഈ ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ അവിടെയും സെർച്ചിങ് ആണ്. ലുക്ക് ഫോർ എന്ന് പറഞ്ഞാൽ പക്ഷേ ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾക്ക് വേണ്ടി എന്നൊരു മീനിങ് ആണ് വരുന്നത്. someone or something. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ട ഡിക്ഷണറിയിൽ നോക്കുന്നു എന്നല്ല. അപ്പൊ എന്ത് വരും? ഇറ്റ്സ് ലുക്ക് അപ്പ്. പ്ലീസ് ലുക്ക് അപ്പ് ദ വേർഡ് ഇൻ ദ ഡിക്ഷണറി എന്ന് വരും. ഓക്കെ, yes, phrasal verbs നമുക്ക് important ആണ്. Then 11th one. One of my friends dash going to the concert.
വൺ ഓഫ് എന്ന് പറഞ്ഞാൽ അത് സിംഗുലർ ആണ്. ഓക്കെ, വൺ ഓഫ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. വൺ ഓഫ്, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, അതിൽ ഒരാളാണ് ഈ കൺസേർട്ടിന് പോകുന്നത്. അപ്പൊ ഇവിടെ സിംഗുലർ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഈസ് മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. സോ ഈസ് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഈസ് ഗോയിങ് ടു ദ കൺസേർട്ട്. ഇവിടെ രണ്ട് രീതിയിൽ നമ്മളോട് ചോദിക്കാം. വൺ ഓഫ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞു തരാം, അത് തെറ്റാണ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് എന്നേ പറയുള്ളൂ. എനിക്ക് ചിലപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, അവിടെ അതിൽ ഒരാളാണ് പോകുന്നത്. സോ വൺ ഓഫ് മൈ ഫ്രണ്ട്സ്. ഈ രണ്ട് രീതിയിലും എറർ വരാം. Then 12th one, by next year I dash my degree. By next year I complete my degree അല്ല. Then I will complete my degree ആണോ? അല്ല. Have completed, will have completed. By next year എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. അപ്പൊ അവിടെ ഫ്യൂച്ചർ ടെൻസ് ആണ്. ഫ്യൂച്ചർ ടെൻസിന്റെ നമ്മൾ 4 സിന്റാക്സ് പഠിക്കുന്നുണ്ട്. അതിനകത്ത് എല്ലായിടത്തും എന്തുണ്ട്? ഫ്യൂച്ചർ ടെൻസിലെല്ലാം ഒരു will അല്ലെങ്കിൽ shall നമ്മൾ ചേർക്കണം ഫ്യൂച്ചറിന്റെ കൂടെ എല്ലാം. അപ്പോ എയും സിയും അല്ല, നമുക്ക് ഉറപ്പിക്കാം. എയും അല്ല, സിയും അല്ല. I will complete my degree ആണോ? By next year I will have completed my degree. Will have completed എന്ന് വേണം കൊടുക്കാനായിട്ട്. Okay. Yes, അടുത്തത്. സോ ഓപ്ഷൻ ഡി. ഇനി അടുത്തത്, he is good dash mathematics. He is good dash mathematics. മാത്തമാറ്റിക്സിൽ നിന്നാണ്. അപ്പൊ ഇന്നല്ല, മാത്തമാറ്റിക്സിന്റെ അകത്ത് എന്ന മീനിങ് ആവും. വിത്ത് ആണെങ്കിലോ he is good with മാത്തമാറ്റിക്സുമായിട്ട് നല്ലതാണെന്ന് ഉള്ള മീനിങ് ആണ്. he is good for mathematics ആണോ? മാത്തമാറ്റിക്സിന് വേണ്ടി നല്ലതാണ് അല്ല. he is good at mathematics. മാത്തമാറ്റിക്സിൽ നല്ലതാണ്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സ്കോർ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരാളാണ്. he is good at mathematics. The number of participants dash increased. The number of participants dash increased. ഇവിടെ the number of എന്ന് പറയുന്നത് ഒരു ഫ്രേസ് ആണ്. നമുക്ക് രണ്ട് രീതിയിലുള്ള ഫ്രേസുകളാണ് വരുന്നത്. ഒന്ന് a number of, അല്ലെങ്കിൽ രണ്ടാമത്തേത് the number of. a number of, the number of. a number of വന്നു കഴിഞ്ഞാൽ നമുക്ക് സബ്ജക്റ്റ് എടുക്കാം, verb എടുക്കാം. അപ്പോ a number of എന്നാണ് വരുന്നതെങ്കിൽ a number of ലൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കണം, വെർബും പ്ലൂറൽ ആയിരിക്കണം. ഇനി the number of എന്നാണ് വരുന്നതെങ്കിൽ സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കണം, പക്ഷേ വെർബ് സിംഗുലർ ആയിരിക്കണം. ഇത് നമ്മൾ റൂളിൽ പറയുന്നുണ്ട്. ആർക്കെങ്കിലും അറിയിട്ടില്ലെങ്കിൽ ഇത് നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ബാക്കിയെല്ലാം പ്ലൂറൽ. ഇവിടെ സാധാരണ നമ്മൾ നോക്കുന്നത് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്, സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ അങ്ങനെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. a number of എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ അവിടെ സബ്ജക്റ്റും പ്ലൂറൽ ആയിരിക്കണം. നമുക്ക് ചിലപ്പോൾ എക്സാമിന് സബ്ജക്ട് സിംഗുലർ ആയിട്ട് തരാം. അപ്പൊ ഈ കണ്ടീഷൻ അങ്ങനെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യണം. ഇവിടെ സബ്ജക്റ്റിലും തെറ്റിച്ചേരാം, വെർബിലും തെറ്റിച്ചേരാം. ഇവിടെ നമുക്ക് സബ്ജക്ട് നോക്കി വെർബിനെ എടുക്കാൻ പറ്റില്ല. എപ്പോഴും ഓർക്കുക, a number of എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ സബ്ജക്റ്റും വെർബും പ്ലൂറൽ ആയിരിക്കണം. the number of എന്ന് പറഞ്ഞു വന്നാൽ അവിടെ സബ്ജക്റ്റ് പ്ലൂറലും വെർബ് സിംഗുലറും ആയിരിക്കണം. സോ the number of participants is increased അല്ല, has increased എന്ന് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ അല്ലേ? Then 15th question. If I dash you, I would apologize. Yes, എന്ത് വരും? ഇത് കണ്ടീഷൻ ക്ലോസില് ടൈപ്പ് 2 കണ്ടീഷൻ ആണ്. ടൈപ്പ് 2 കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ക്ലോസ് പാസ്റ്റ് വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസ് വുഡ് ഓർ ഷുഡ് പ്ലസ് V1 ഫോം വരും. ഇതാണ് സെക്കൻഡ് കണ്ടീഷൻ അല്ലെ? സോ ഇഫ് ക്ലോസ് പാസ്റ്റ് വരണം. പാസ്റ്റിന്റെ അപ്പൊ ആമും ആറും വരില്ല, വോസ് വെയർ. ഐ ആയതുകൊണ്ട് വോസും വരില്ല, വെയർ. ഇഫ് ഐ വെയർ യു ഐ വുഡ് അപ്പോളജൈസ്. നമ്മൾ 3 കണ്ടീഷൻസും മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കുക. ടൈപ്പ് 1 കണ്ടീഷൻ എന്താണ്? ഇഫ് ക്ലോസ് പ്രസന്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ will or shall പ്ലസ് V1 ഫോം. Type 2 condition, if clause past ആണെങ്കിൽ main clause would or should plus V1 form. And
ടൈപ്പ് 3 കണ്ടീഷൻ ആണെങ്കിൽ ഇഫ് ക്ലോസ് പാസ് പെർഫെക്റ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ would or should plus have plus V3 4 ഈ 3 കണ്ടീഷൻസും പഠിച്ചു വെക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസ് ഷുവർ ആയിട്ടും വരുന്നതാണ്. ഓക്കെ, 16th ക്വസ്റ്റ്യൻ നോക്കിക്കേ. She insisted dash paying the bill. She insisted dash paying the bill. At alla, for varilla, in alla, she insisted on paying the bill. On paying the bill. Then 17th one. Each of the books dash a unique cover. Again, each എന്ന് പറയുന്നത് indefinite pronoun. Indefinite pronouns എല്ലാം singular. So, അവിടെ എന്ത് verb ആണ് വരുന്നത്? ഇവിടെ പോയി ഈച്ചിന്റെ കൂടെ. മാത്രമല്ല നമ്മൾ പഠിച്ച ഒരു റൂൾ ഉണ്ട് പ്രോനൗൺസില്, ഈച്ച്, എവ്രി, ഐദർ, നൈദർ ഇതിന്റെ ഒക്കെ കൂടെ, അതായത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിന്റെ കൂടെ ഓഫ് വന്നു കഴിഞ്ഞാൽ അവിടെ സബ്ജക്റ്റ് പ്ലൂറൽ ആയിട്ട് നിൽക്കും. സബ്ജക്റ്റ് പ്ലൂറൽ ആയിട്ടേ നിൽക്കാവുള്ളൂ. പിന്നെ അതിന്റെ കൂടെ യൂസ് ചെയ്യുന്ന വേർബും പ്രോനൗണും ഇത് രണ്ടും പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഓർക്ക, ഇവിടെ ഈച്ച് ഓഫ് എന്ന് വരുമ്പോ ഈച്ച് ഓഫ് ദ ബുക്ക് എന്ന് വന്നാലും തെറ്റാണ് കേട്ടോ, അതും അറിഞ്ഞിരിക്കണം. ഈച്ച് ഓഫ് ദ ബുക്ക് എവിടെ പോയി പെൻ? ഓക്കെ, ഈച്ച് ഓഫ് ദ ബുക്ക് എന്ന് വന്നാലും തെറ്റാണ്. ഓക്കെ, സോ ഈച്ച് ഓഫ് ദ ബുക്സ് ഹാസ് എ യുണീക് കവർ. ഹാസ് എ യുണീക് കവർ. ഹാസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ സൺ ഡാഷ് ഇൻ ദ ഈസ്റ്റ്. ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് പറയുമ്പോൾ അത് എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസിലായിരിക്കണം. സോ ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. റൈസസ് ഇൻ ദ ഈസ്റ്റ്. നമുക്ക് സൺ ഈസ് റൈസിംഗ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ദ സൺ ഈസ് റൈസിംഗ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, then 19th one. I am looking forward dash meeting you. I am looking forward, നമുക്ക് ഈ മെയിലൊക്കെ അയക്കുമ്പോൾ നമ്മൾ ഇത് എഴുതാറുണ്ട്. I am looking forward to meeting you. To meeting എന്നേ പറയുള്ളൂ. To meet you അല്ല, പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. To meet you ആണ് അവിടെയാണ് നമ്മൾ വരുന്നതെങ്കിൽ. So to meeting you at 4 with 2 ആണ് correct answer. And moving to the last question, നമ്മുടെ ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. He was accused dash theft. For അല്ല, with അല്ല, on അല്ല, എന്ത് വരും? He was accused of theft. Of theft. Accusedന്റെ കൂടെ ഓഫ് ആണ് വരുന്നത്. ചിലത് ഇങ്ങനെ ഫിക്സ്ഡ് ആയിട്ടുള്ള പ്രൊപ്പോസിഷൻസ് ഉണ്ട്, അതും ഒന്ന് ഓർത്ത് വെക്കുക.